മൂന്നാറിൽ ആരെയൊക്കെ ഒഴിപ്പിക്കും? എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന് സർവകക്ഷി യോഗത്തിന്റെ പിന്തുണ. ആദ്യം കൈവെക്കുന്നത് വൻകിടക്കാരെ എന്ന് മുഖ്യമന്ത്രി. ഇനി കയ്യേറാൻ തോന്നാത്ത വിധത്തിൽ നടപടികൾ സ്വീകരിക്കും. കയ്യേറ്റങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം കൈവെക്കുന്നത് വൻകിടക്കാരുടെ നേരെയേ. പട്ടയ വിതരണം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. തോട്ടം തൊഴിലാളികൾക്ക് വീട് വെച്ചു നൽകും. കേരള കോൺഗ്രസിനെ ആർക്കും പിളർത്താനാകില്ലെന്ന് KM മാണി. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല. കോട്ടയത്തെ നീക്കം ഇടതുപക്ഷത്തേക്കുള്ള ചുവടുവയ്പല്ല. ഇടതുപക്ഷത്തേക്കുള്ള നീക്കമാണെന്നോ അതിന്റെ ചുവടുവയ്പാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് നിലപാട് ഞങ്ങൾക്കുണ്ടെന്നുള്ള സൂചന പോലും ഞാൻ നൽകിയിട്ടില്ലല്ലോ. ഇടതു സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് AK ആന്റണി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് BJP വിരുദ്ധ ഐക്യനിരയുടെ തുടക്കം. IS-ലെത്തിയെന്ന് കരുതപ്പെടുന്ന മലയാളികൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി IS ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പരാതി. പ്രചാരണം മെസ്സേജ് ടു കേരള എന്ന ഗ്രൂപ്പിലൂടെ. കാസർഗോഡ് സ്വദേശിയുടെ പരാതിയിൽ അന്വേഷണം. കൊല്ലം ആര്യങ്കാവിൽ മുള്ളുവേലിയിൽ കുടുങ്ങിയ 6 വയസ്സുള്ള ആൺപുലി ചത്തു. നാട്ടുകാരുടെ രക്ഷാശ്രമം വിഫലമായി. ദാരുണാന്ത്യം. ഏറെ നേരം മുള്ളിൽ കിടന്ന ശേഷം വനപാലകർ എത്താൻ വൈകിയതിൽ പ്രതിഷേധം. ഫ്രാൻസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മധ്യ വലതുപക്ഷത്തിന് മുൻതൂക്കമെന്ന സൂചന. ഇമ്മാനുവൽ മാക്രോൺ മുന്നിൽ. വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിൽ. ഇനി കയ്യേറാൻ തോന്നാൻ കഴിയാത്ത വിധത്തിൽ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൻകിടക്കാരന്റെ കയ്യേറ്റമായിരിക്കും ആദ്യം ഒഴിപ്പിക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൂന്നാർ സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അതേസമയം ഭരണമുന്നണിയിലെ തർക്കം കയ്യേറ്റം ഒഴിപ്പിക്കലിനെ ബാധിക്കരുതെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട പിണറായി വിജയൻ സർക്കാർ നിലപാട് വിശദീകരിച്ചു. കയ്യേറ്റത്തെ കയ്യേറ്റമായി തന്നെയാണ് കാണുന്നത്. ഇനി കയ്യേറാൻ തോന്നാത്ത തരത്തിൽ മൂന്നാറിലെ കയ്യേറ്റമെല്ലാം ഒഴിപ്പിച്ചെടുക്കും. ആദ്യം ഒഴിപ്പിക്കുക വൻകിടക്കാരന്റെ കയ്യേറ്റ ഭൂമിയായിരിക്കും. കയ്യേറ്റങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം കൈവെക്കുന്നത് വൻകിടക്കാരുടെ നേരെയേ. മൂന്നാറിലെ ഭൂപ്രശ്നം സംബന്ധിച്ച സമഗ്രമായ നിയമനിർമ്മാണം സർക്കാർ പരിഗണിക്കുന്നുണ്ട്. തോട്ടമുടമകളിൽ ചിലർ തോട്ടമാവശ്യത്തിന് പാട്ടത്തിന് നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയും. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കേണ്ടി വരും, പിണറായി പറഞ്ഞു. ഈ തോട്ടം ഉടമകളിൽ ചിലർ തോട്ടത്തിന് നൽകിയ ഭൂമി വ്യവസ്ഥകൾ ലംഘിച്ച് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല. ഈ പ്രശ്നം ഗൗരവമായി തന്നെയാണ് കാണുന്നത്. നിയമാനുസൃതമുള്ള നടപടികൾ നിയമവ്യവസ്ഥ ലംഘിച്ചവർക്കെതിരെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. മെയ് 21-ന് ഇടുക്കിയിൽ ആദ്യഘട്ട പട്ടയ വിതരണം നടത്തുമെന്നും 2 വർഷത്തിനുള്ളിൽ പ്രദേശത്ത് ഭൂരഹിതരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാവിലെ മുതൽ വിവിധ മേഖലകളിലുള്ളവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കയ്യേറ്റമെല്ലാം ഒഴിപ്പിക്കാനുള്ള സർക്കാർ നടപടിക്ക് എല്ലാവരും പിന്തുണ അറിയിച്ചെന്ന് പിണറായി പറഞ്ഞു. മന്ത്രിമാരും ഭരണമുന്നണിയിലെ പാർട്ടികളും തമ്മിൽ ഉടലെടുത്ത തർക്കം കയ്യേറ്റം ഒഴിപ്പിക്കലിനെ ബാധിക്കരുതെന്ന് പ്രതിപക്ഷം യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഭരണമുന്നണിയിൽ തന്നെ ഐക്യമില്ലാത്തത് കൊണ്ടാണ് മൂന്നാറിലെ സർക്കാർ വക ഭൂമികളുടെ കയ്യേറ്റങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ കഴിയാതെ പോയത്. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി കാണുന്ന ഒരു സമീപനമാണ് കോൺഗ്രസും UDF എടുത്തിട്ടുള്ളത്. അതിൽ ചെറുകിട കച്ചവടക്കാരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്. അവരോടെല്ലാം അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഉള്ള നടപടികളാണ് എടുക്കേണ്ടത്. നേരത്തെ മതസ്ഥാപനങ്ങൾ നിൽക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്ന് മതസംഘടനാ നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനോട് പിണറായി കാര്യമായി പ്രതികരിച്ചില്ല. യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ E ചന്ദ്രശേഖരൻ, AK ബാലൻ, K രാജു, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു. ശ്രീകുമാരൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ S രാജേന്ദ്രൻ MLA, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ C ജയകുമാർ, ശ്രീ CR നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ S രാജേന്ദ്രൻ, ഇന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം എടുത്തിട്ടുള്ള നിലപാട് ഭരണക്കാരുടെ കയ്യേറ്റം ആദ്യം ഒഴിപ്പിച്ച് മാതൃക കാണിക്കണം എന്നാണ്. അതിൽ താങ്കളെ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യത്തിൽ കോൺഗ്രസ് കാണുന്നത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ കയ്യിൽ ഇതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അതിന് മുമ്പുള്ള ഗവൺമെന്റിൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാനദണ്ഡവും പാലിക്കാത്തവരാണ്. മാത്രമല്ല, ഈ കയ്യേറ്റ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ട്രിബ്യൂണൽ കൊണ്ടുവന്നിരുന്നു. ആ ട്രിബ്യൂണലിന്റെ ഭാവം അവസാനമായത് ഒരു
സിവിൽ കോടതിയുടെ സ്വഭാവത്തിലോട്ട് മാറ്റിയതും ആ ഗവൺമെന്റ് തന്നെയാണ്, UDF-ന്റെ. അതുകൊണ്ട് അവർ ഇപ്പോൾ പറയുന്നതും ഒരു രാഷ്ട്രീയമായി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ കയ്യേറ്റം എന്ന കാര്യത്തിൽ എപ്പോഴും എല്ലാവരും ഈ ആവർത്തിച്ച് പറയുന്നതും അത് പിന്നെ ഇങ്ങനെ ഗവൺമെന്റ് മാറി വരുന്ന ഘട്ടത്തിൽ LDF-ന്റെ ഗവൺമെന്റ് അല്ല, ഇതിപ്പോ നമ്മൾ അങ്ങനെ വിശാലമായി ചർച്ച ചെയ്യുന്ന വിഷയമല്ല ശ്രീ രാജേന്ദ്രൻ MLA. ഒന്ന്, കയ്യേറ്റക്കാരുടെ പട്ടിക റവന്യൂ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ കയ്യേറ്റക്കാരുടെ പട്ടികയിൽപ്പെട്ട ഭരണമുന്നണിയുടെ ഭാഗമായ അല്ലെങ്കിൽ ഭരണമുന്നണിയുടെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളുടെ കയ്യേറ്റം ആദ്യം ഒഴിപ്പിച്ചാൽ അതൊരു മാതൃകയായിരിക്കില്ലേ? അതൊരു നല്ല സന്ദേശം നൽകില്ലേ? അതൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന കാര്യമൊക്കെ നല്ല കാര്യം തന്നെ. ഈ ഭരണപക്ഷത്തിൽ മാത്രം എന്തിനാ ഒതുക്കുന്നേ? ആ ഭരണപക്ഷത്തിന്റെ ലിസ്റ്റ് മാത്രം വന്നു എന്നുള്ളത് കൊണ്ടാണോ? നിങ്ങൾ അങ്ങനെ കരുതേണ്ട കാര്യമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു കയ്യേറ്റമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ നിലയിൽ ഗവൺമെന്റ് എന്താണ് നിലപാട് അതോടൊക്കെ ഞങ്ങൾ യോജിക്കും. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. അല്ലാതെ ഈ കാര്യങ്ങൾ വിശദമായി പറയാതെ കാര്യങ്ങൾ അറിയാതെ ഒരു ചർച്ചാ യോഗത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാത്രം പറഞ്ഞു പോകാനാവുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ കയ്യേറ്റങ്ങൾ കണ്ടെത്തുമ്പോൾ ഈ പറഞ്ഞു വേണമെങ്കിൽ അവിടെ അസൈൻമെന്റ് കമ്മിറ്റി ഉണ്ട്. പൂർണ്ണമായി കയ്യേറ്റങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് എല്ലാ പാർട്ടിക്കാരുമുള്ള കമ്മിറ്റിയാണ്. ആ നിലയിൽ നിലപാടെടുക്കാം, എല്ലാം കൂട്ടായി യോജിച്ച് ചെയ്യാം. അല്ലാതെ ഒരു ഗവൺമെന്റ് വരുമ്പോ സൗജന്യം ചെയ്യുക, മറ്റൊരു ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ പട്ടയം കിട്ടാതിരിക്കാൻ വേണ്ടി കൂട്ടി ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് പോവുക, അതോടൊന്നും യോജിക്കുന്ന കാര്യമല്ല. അല്ല, ഇപ്പൊ പട്ടയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അടുത്ത വരുന്ന 21-ാം തീയതി പട്ടയം കൊടുത്തു തുടങ്ങുന്നു. 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന കാര്യത്തിൽ എല്ലാ ആളുകൾക്കും ഒറ്റ നിലപാടാണുള്ളത്. അക്കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇവിടെ ശ്രീ S. രാജേന്ദ്രൻ MLA, കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് പ്രശ്നം. റവന്യൂ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോകുമ്പോൾ അതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു സർവകക്ഷി യോഗം ചേർന്നിരിക്കുകയാണല്ലോ. സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇനി യാതൊരു തടസ്സവുമില്ലാതെ സുഗമമായി അവിടെ റവന്യൂ വകുപ്പിന്റെ പട്ടിക അനുസരിച്ച് ആരൊക്കെ കയ്യേറ്റക്കാരുണ്ടോ അവരെയൊക്കെ ഒഴിപ്പിക്കുമോ? നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാ ചോദ്യം ചോദിക്കണേ? അവിടെ ഏത് കയ്യേറ്റകർ ഒളിപ്പിക്കാൻ പോയത്? നേരത്തെ പോയതും കയ്യേറ്റം ഒളിപ്പിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത നിലപാടല്ലേ ആ കുരിശിൽ പോയി നിന്നത്? അല്ലെങ്കിൽ സുഖമായിട്ട് കണ്ടെത്തിയ സ്ഥലങ്ങൾ ഏതാന്ന് വെച്ചാൽ അത് ഒളിപ്പിക്കാൻ മേലായിരുന്നോ? അതൊന്നല്ല. വിവാദം സൃഷ്ടിക്കുക, പത്രവാർത്ത കൊടുക്കുക, പ്രചരണം സംഘടിപ്പിക്കുക, ഇതിനെ ഉതകുന്ന നിലയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഏത് വിശ്വസിച്ച് എന്തിക്കുന്നതായി പറയണേ? ഒന്ന്, റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തതയായോ ധാരണയും തിരിച്ചറിവും ഉണ്ടാവണം. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഒളിപ്പിക്കുന്നതിന് തയ്യാറാവണം എന്നുള്ളതാണ് വ്യക്തമായ അഭിപ്രായം. അക്കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാവും. ഇതല്ലാതെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ, ഇത് ആരുടെയും ഒക്കെ സ്വന്തം കാര്യമൊന്നുമല്ലല്ലോ, അങ്ങനെ ആർക്കും ഇഷ്ടദാനമൊന്നുമല്ലല്ലോ അങ്ങനെ പോവാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു പൊതുവായുള്ള കാഴ്ചപ്പാടോടുകൂടി സുതാര്യതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഒരു കേമമാണ് എന്നുള്ള നിലയിലേക്ക് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, ഇവിടെ ഇനിയിപ്പോ അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ. ശ്രീ രാജേന്ദ്രൻ MLA ശ്രദ്ധിക്കുക. ഒന്ന്, മുഖ്യമന്ത്രിയാണ് കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് റവന്യൂ വകുപ്പിനോട് ചോദിച്ചത്. മുഖ്യമന്ത്രിക്കാണ് റവന്യൂ വകുപ്പ് കയ്യേറ്റക്കാരുടെ പട്ടിക കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ പട്ടിക കൊടുക്കുമ്പോൾ അതിൽ MM മണിയുടെ സഹോദരൻ MM ലംബോദരന്റെ മകൻ ലിജീഷിന് 7.5 ഏക്കർ കയ്യേറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട്. ടോമിൻ തച്ചങ്കരിയുടെ സഹോദരൻ ടിസൻ തച്ചങ്കരിക്ക് 7.7 ഏക്കർ കയ്യേറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ കുരിശ് കൊണ്ടുപോയി നാട്ടിയ കുടുംബക്കാരുണ്ടല്ലോ, അവരുടെ ഓരോ ആളുകൾക്കും ജിമ്മി സക്കറിയക്ക് 27, ബോബി സക്കറിയക്ക് 12, ജിജി സക്കറിയക്ക് 4, ഇങ്ങനെ വലിയ കയ്യേറ്റക്കാരുടെ പട്ടികയുണ്ട്. ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള പട്ടികയാണല്ലോ. ആ പട്ടികയിൽപ്പെടുന്ന ആളുകളെയൊക്കെ ഒഴിപ്പിക്കുമോ എന്നാണ് വളരെ ലളിതമായി ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കത് മനസ്സിലാകായികയല്ലോ? ഞാൻ ലളിതമായി തന്നെയാണ് മറുപടി പറയുന്നത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വിട്ടാരെ. അക്കാര്യത്തിൽ ഇതിനു മുമ്പും ഈ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ ആളുകൾക്ക് അറിയാലോ, ഉദ്യോഗസ്ഥന്മാർക്ക്. പിന്നെ അക്കാര്യത്തിൽ ഇനിയും ഇത് മാത്രമാണോ ലിസ്റ്റ്? ഇനിയും ലിസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പം അതനുസരിച്ച് പോകണം. അല്ലാണ്ട് ഇതോട് ആർക്കിപ്പോ പ്രയാസം? എന്തിനാ ആർക്ക് എന്ത് പ്രയാസം ഒളിപ്പിക്കുന്നതിന്? ഒളിപ്പിക്കാൻ പോകുന്ന ആളുകൾ ഈ രാത്രിയിൽ പാതിരാത്രിക്കും ആരാരും അറിയാതെയും കേമമാണെന്ന് കാണിക്കാൻ വേണ്ടിയും 2 കയ്യടി കിട്ടാനും സിനിമയിൽ അഭിനയിക്കുന്ന പോലെ പോകുമ്പോഴാണ് പ്രയാസം ഉണ്ടാവുന്നത്. അല്ല, ആ പ്രയാസം ഇനിയും ഉണ്ടാകുമോ? ആ പ്രയാസം ഇനിയും ഉണ്ടാകുമോ? നിങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന VX ആൽബിൻ ചിന്നക്കനാൽ 11/1 റീസർവേ നമ്പർ ആദിവാസി ഭൂമി കയ്യേറിയെന്നാണ് ആരോപണം. അദ്ദേഹത്തിന്റെ പേരും ഈ പട്ടികയിലുണ്ട്. ശശികുമാർ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തിന്റെ പേരും പട്ടികയിലുണ്ട്. മുഖ്യമന്ത്രി പറയുന്നു ഇനി ഒരിക്കലും കയ്യേറാൻ തോന്നാത്ത വിധത്തിലുള്ള ഒഴിപ്പിക്കൽ നടപടി എടുക്കുമെന്ന്. ഇവരെ കൂടി ഉദ്ദേശിച്ചാണോ മുഖ്യമന്ത്രി പറയുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ മനസ്സിലാക്കുക, മുഖ്യമന്ത്രി പറഞ്ഞത് അവസാന വാക്കാണ്. പക്ഷെ അത് പാലിക്കാതിരിക്കുന്നത് മറ്റു പാർട്ടിക്കാരാണ്.
കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അവർ ഇത് അന്നേരമുള്ള ഈ പത്രങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ പോയിരിക്കായിരുന്നു? അപ്പൊ അതൊന്നല്ല, നിങ്ങൾക്ക് പ്രചരണം സംഘടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ, ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിനനുസൃതമായി നിലനിൽക്കുന്ന നിലപാടെടുക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഇനി അത് ഉണ്ടാകുമോ ഇത് ഉണ്ടാകുമോ എന്നൊന്ന് വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന കാരണം വേണ്ട കാര്യമില്ല. അത് ആ നിലയിലേക്ക് മുറ പോലെ നടക്കും. നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സഹകരണം എല്ലാം കാണും. അന്നേരം അത് അവിടെ കാണാവുന്നതല്ലേ ഉള്ളൂ. അത് വിട്ടിട്ട് മുൻകൂറും ഒരു മുൻവിധിയും കാണേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്. താങ്കളുടെ ഭൂമിയെക്കുറിച്ചോ? താങ്കളുടെ ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്നാണ് റവന്യൂ മന്ത്രി രേഖാമൂലം നിയമസഭയെ അറിയിച്ചത്. രേഖാമൂലം അറിയിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല. കാരണം ഇത് കോടതിയിൽ നിലനിൽക്കുന്നതാണ്. 1. 2, കയ്യേറ്റമാണ് എന്ന് ഒരു രേഖയിലും പറഞ്ഞിട്ടില്ല. അത് ഏതോ ഒരു വിവരത്തിന്റെ കുറവുള്ള രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായാണ്. അങ്ങനെ വിവരക്കുറവുള്ളതിൻ്റെതായ രേഖപ്പെടുത്തലിലൂടെ വന്നതിന്റെ വിവരമാണ് ഈ വിവരം. അതിനെ കോടതിയിൽ നിലനിൽക്കുമ്പോൾ അന്തിമ വിധി വരാതെ അതിനൊരു വിവരം പറയുക എന്ന് പറയുന്നതിന്റെ വിവരം എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇതിന് വളരെ വ്യക്തമായി എന്റെ ഭൂമി എന്റെയാണ് എന്ന് റവന്യൂ രേഖ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വസ്തുതകൾ മനസ്സിലാക്കാതെ പറയുന്ന ആളുകൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ കോടതി നിശ്ചയിക്കുന്ന മുറയ്ക്ക് അതിന് പരിഹാരം കാണാം. അതുകൊണ്ട് വിഷമം അല്ല. അപ്പോൾ റവന്യൂ മന്ത്രിക്ക് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം താങ്കൾക്കും ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമല്ലോ. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന 3 കാര്യങ്ങൾ: 1, ADGP ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ താങ്കളുടെ പട്ടയം വ്യാജമാണ് എന്നത് സംബന്ധിച്ച്; 2, പട്ടയ നമ്പർ തിരുത്താനുള്ള അപേക്ഷ ജില്ലാ കളക്ടർ തള്ളിയത്; 3, ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ തള്ളിയത്. ഇതൊന്നും സത്യമാകാതിരിക്കുന്നില്ലല്ലോ. ഇതില് ഈ ADGP എന്നും പറയുന്ന ആരോ എന്നെ അന്വേഷിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. 1. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം: 1, ഈ പട്ടയമൊന്നും ഞാൻ അച്ചടിച്ചതല്ല, അത് ഒപ്പിട്ടത് ഞാനല്ല. ഗവൺമെന്റിലേക്ക് പണം ഒടുക്കിയിട്ടുണ്ട് ഈ ഭൂമിക്ക് വേണ്ടി. അതൊന്നും എന്റെ ഇഷ്ടാനുസരണം ഏതെങ്കിലും അക്കൗണ്ടിൽ കാശ് അങ്ങനെ കൊടുക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ നാളെ വിചാരിച്ച ഒരു 5 തന്നെ കൊടുക്കാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. അപ്പൊ ഈ പ്രക്രിയയും നടപടിക്രമങ്ങളും നടപടിക്രമത്തോടൊപ്പം നടന്നിട്ടുള്ളതാ. അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഗവൺമെന്റിന്റെ ഭാഗമായി നടക്കുന്നതിനൊന്നും അതിനല്ലേ കോടതി പോയിരിക്കുന്നേ. അപ്പൊ കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യം അതിൽ വരട്ടെ. അതിന് മന്ത്രിയാണ് ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. മന്ത്രിയാണ് ജാഗ്രത കാണിച്ച് ഇതിന്റെ കാര്യവശങ്ങൾ മനസ്സിലാക്കാനും. അല്ല, മന്ത്രി എന്ന് പറയുന്നത് ശ്രീ രാജേന്ദ്രൻ MLA ഒരു വ്യക്തി അല്ലല്ലോ. മന്ത്രി ഒരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞാൽ അത് സർക്കാർ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ കയ്യേറ്റക്കാരനാണെന്നാണ് സർക്കാരിന്റെ നിലപാട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ നിലപാട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിപ്പ്, അതൊക്കെ കയ്യിലിരിക്കട്ടെ. ഇത് കോടതിയിൽ ഇത് നിയമസഭയിൽ മന്ത്രി പറഞ്ഞ കാര്യമാണ്. പറഞ്ഞതുമല്ല, എഴുതി കൊടുത്തതാണ്. നിയമസഭയിലൊന്നും ഇത് പറഞ്ഞിട്ടില്ലെന്നേ, എഴുതി കൊടുത്തതാണ്. ഉത്തരത്തില് അത് പറ ചുമ്മാ മാറ്റിമറിച്ച് പറയല്ലേ. പറഞ്ഞത് എന്നുള്ളൊരു പ്രയോഗമല്ലേ? നിയമസഭയിൽ മന്ത്രി രേഖാമൂലം അറിയിച്ച കാര്യമാണ്. രേഖാമൂലം അന്ന് അറിയിച്ചതല്ല, രേഖാമൂലം കൊടുത്തിട്ടുള്ളതാണ്. അതിനേക്ക് കോടതിയിൽ മറുപടി പറഞ്ഞോളും കൊടുത്ത ആളുകളൊക്കെ. അത്രയേ ഉള്ളൂ. അതിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. കോടതി പറഞ്ഞാൽ അതിനനുസൃതമായി എന്താണ് വേണ്ടെന്ന് വെച്ചാൽ അത് അന്നേരം നമ്മൾ വിടേണ്ടതാണെങ്കിൽ വിടും. എന്റെ അവകാശത്തിൽപ്പെട്ടതാണെങ്കിൽ അവകാശം. ഇത് ആരുടെ ഔദാര്യമൊന്നല്ലല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിലേക്ക് ഇപ്പൊ ചർച്ചയ്ക്ക് പോകേണ്ട ഒരു കാര്യവും വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചെല്ലാം ഒരു നിലപാടും ചർച്ചകളും വന്നിട്ടുള്ള സാഹചര്യത്തിൽ അതേ ഉള്ളൂ. ശരി. അല്ല, എനിക്ക് ഒരു ഒറ്റ കാര്യം അറിയാനുള്ളത് ശ്രീ എസ് രാജേന്ദ്രൻ MLA, മുഖ്യമന്ത്രി ഇന്ന് അസന്നിഗ്ധമായി പറയുന്നു ഞങ്ങൾ ആദ്യം കൈവെക്കുക വൻകിടക്കാരുടെ മുകളിലായിരിക്കും എന്ന്. മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന ഈ വൻകിടക്കാർ ആരാണ്? അദ്ദേഹം ആരുടെയും പേരൊന്നും പറഞ്ഞില്ല. റവന്യൂ വകുപ്പിന്റെ പട്ടിക ഞാൻ നേരത്തെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഉദ്ദേശിക്കുന്ന വൻകിടക്കാർ ആരാണ്? നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വായിച്ച രേഖയൊക്കെ ഉണ്ടല്ലോ, റെക്കോർഡുണ്ട്, അതിന്റെ ലിസ്റ്റ് ഉണ്ട്. ഇനി വരാത്തവരുടെ ലിസ്റ്റ് ഉണ്ട്. ഇനി കയ്യേറ്റക്കാരാണ് എന്ന് കേസ് എടുത്തവരുടെ ലിസ്റ്റ് ഉണ്ട്. അതൊന്നും ഈ ലിസ്റ്റിൽ വന്നില്ലല്ലോ. ഇതിനേക്കാൾ വലിയ വലിയ ആളുകളുടെ ലിസ്റ്റൊന്നും ആ ലിസ്റ്റിൽ കണ്ടില്ലല്ലോ. അപ്പൊ ഇഷ്ടമുള്ള ചില ആളുകളുടെ പേര് ചേർക്കുക, ഇഷ്ടമുള്ളവരെ വിട്ടേക്കുക, ഇഷ്ടമില്ലാത്തവരുടെ പേര് ചേർക്കുക, അവരെ അപമാനിക്കുക. അതിന് ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുക. മാധ്യമങ്ങളെ വിട്ടേക്കൂ, ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. നടപടിയെടുത്താൽ മതി. അതിന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അപ്പൊ നടപടി ഉണ്ടാവുന്നുള്ള ഉറപ്പായല്ലോ. അപ്പൊ വിഷമിക്കാതിരിക്കേ. ശരി, അത് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ദയവായി അങ്ങ് ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇക്കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് വർത്താനം താങ്കളെ വീണ്ടും വിളിക്കാമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ ഇപ്പോൾ വലിയ പിന്തുണ സർക്കാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിൽ നിന്ന് തേടിയിരിക്കുകയാണ്. അത് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് കാര്യമായി ഒന്നും ചെയ്യാതെ ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന കാര്യത്തിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും ആദ്യം ചില ആളുകളെ ഒഴിപ്പിക്കണമെന്ന് ഡിമാൻഡൊക്കെ വെക്കുന്നുണ്ട്. ഇത് ആത്മാർത്ഥമായ നിലപാടാണോ അതോ വെറുതെ കൈയടിക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളതാണോ? അല്ല, ഞങ്ങൾ ഒഴിപ്പിച്ചില്ലെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ ഒഴിപ്പിച്ചല്ലോ. എത്ര ഏക്കർ ഭൂമി ഞങ്ങൾ തിരിച്ചു പിടിച്ചു. പക്ഷേ ഈ
എവിടെയാണ് പോയി തട്ടുന്നത്? ഇപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്താ MLAയുടെ സ്റ്റാൻഡ് എന്താ? അദ്ദേഹത്തിൻ്റെ സംഭാഷണം എനിക്ക് മനസ്സിലായത് ഇത് അദ്ദേഹവും അല്ലെങ്കിൽ അവിടെ ലോക്കലായിട്ടുള്ള CPM-കാർ പലതിനും അനുകൂലമല്ലെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ നല്ല വാക്കിന് പറഞ്ഞു. പിന്നെ ഈ വൻകിട കയ്യേറ്റം നാളെ ഇനി ടാറ്റയുടെ ഒഴിപ്പിക്കുന്ന നടക്കുന്ന കാര്യമാണോ? അപ്പോൾ നാളെ വൻകിട കയ്യേറ്റം ഉദ്ദേശിക്കുന്നത് ഇവർ പറയുന്നത് ടാറ്റയുടെ കയ്യിൽ ഭൂമിയാണ്. അല്ല, ടാറ്റ അല്ലാത്ത കുറേ പേരുടെ പട്ടികയാണ് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 7-8 ഏക്കറല്ലേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കുരിശ് സ്ഥാപിച്ച ഒരു കുടുംബക്കാരുടെ ഇപ്പോൾ എല്ലാം കൂടെ തന്നെ 10-50 ഏക്കറുണ്ട്. പല ആളുകളുടെ പേരിൽ അതൊക്കെ എടുക്കേണ്ടത്. അത് മാത്രം വേറൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഈ പട്ടയം കൊടുത്തു നമ്മൾ പറയുന്നുണ്ടല്ലോ, 8 സെൻറ്റ് 10 സെൻറ്റ്. ആ ആൾക്കാരുടെ കൈവശ ഭൂമിയുണ്ടോ? അവിടെ നിന്ന് വേറെ ആൾക്കാരെ മേടിക്കുവാണ്. അപ്പോൾ ഉടനെ പറയും ഞങ്ങളുടെ കാലത്ത് ഏലിനേഷന് വേണ്ടി. ശരിയാണ്. ഈ പട്ടയം കിട്ടിയവരും എപ്പോഴും പറയാറുണ്ട്, സാറേ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല, ഞങ്ങളുടെ സ്വത്തതാണ്. അപ്പോൾ ഗവൺമെൻറ് അന്ന് അതിനകത്ത് ഒരു ഏലിനേറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുത്തു. അത് മിസ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ മൂന്നാറിലെ പ്രധാനപ്പെട്ട പ്രശ്നം, അതിപ്പോൾ ഞങ്ങളുടെ ഭരണകാലത്ത് വീഴ്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. മൂന്നാറിന് പ്രത്യേകമായ എത്ര നിലക്കെട്ടം അവിടെ പണിയാൻ കഴിയും? റിസോർട്ടുകാർക്ക് എന്തെല്ലാമാണ് വേണ്ടത്? ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണ്ടേ? ഇപ്പോൾ ടോമിൻ തച്ചങ്കരിയുടെ സഹോദരൻ ടിസാൻ്റെ കാര്യം പറഞ്ഞു. എല്ലാം നിങ്ങളുടെ ടീം ഉൾപ്പെടെ പരസ്യം വരുന്നതല്ലേ ടിസാൻ? നിങ്ങളുടെ കൊണ്ട് എനിക്കറിയില്ല. മിക്കവാറും ടിസാൻ്റെ ഇൻ്റർനാഷണൽ കാറ്ററിങ്ങിൻ്റെ കോളേജിൻ്റെ പരസ്യം വരുവാണ് മൂന്നാർ കോളേജ് എന്ന് പറഞ്ഞിട്ട്. ഒക്കെ നമ്മൾ മാധ്യമങ്ങൾ തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന്, ഇപ്പോൾ പ്രതിപക്ഷം അദ്ദേഹം CM എല്ലാവരെയും വിളിച്ചല്ലോ. പ്രതിപക്ഷങ്ങളെ വിളിച്ചു, സഭകളെ വിളിച്ചു, എൻവയറമെൻ്റൽ പ്രൊട്ടക്ഷൻകാർ എല്ലാവരും വിളിച്ചു. എല്ലാവരും പറഞ്ഞാൽ എന്താ, ഞങ്ങൾ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ പിന്തുണയുണ്ട്. പക്ഷേ തുടങ്ങാൻ പോയി ഇപ്പം എന്താ പറ്റി? വലിയ കയ്യേറ്റമായിരുന്ന കുരിശ് വെച്ച സ്ഥലം. ഇപ്പോൾ കുരിശ് മാറ്റിയതിനെ പിടിച്ചായി. പിന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ പക്ഷേ ഒരു സർവകക്ഷി യോഗം ചേർന്ന അക്കാര്യത്തിലൊരു ധാരണയുണ്ടല്ലോ. CR നീലകണ്ഠൻ, താങ്കൾക്കെന്ന് തോന്നുന്നു സർക്കാർ ഒഴിപ്പിക്കൽ തുടങ്ങുകയാണ്? അതേത് രൂപത്തിലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചില്ലെങ്കിലും ഞങ്ങൾ ആദ്യം കൈവയ്ക്കുന്നത് വൻകിടക്കാരെ ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഒരാൾക്ക് കയ്യേറാൻ തോന്നാത്ത വിധത്തിലുള്ള നടപടിയായിരിക്കും ഈ സർക്കാർ എടുക്കുക എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു സർവകക്ഷി സമവായം ഉണ്ടായി, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമായി ചർച്ച ചെയ്ത് ഇനി ഒരു കൃത്യമായ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോവുകയാണെന്നാണോ? അല്ല, ഒരു മുഖ്യമന്ത്രിക്കും കയ്യേറ്റം ഒഴിപ്പിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിയമവിരുദ്ധ. കയ്യേറ്റം ഒഴിപ്പിക്കൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അതിനാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളൊക്കെ ഉള്ളത്. വളരെ ശരി. അത് മുഖ്യമന്ത്രി അങ്ങനെ അല്ലാണ്ടൊരു വാക്ക് പറയട്ടെ. അപ്പോൾ അത് സത്യപ്രതിജ്ഞാൽ എങ്ങനെയാണ്? കയ്യേറ്റം ഞാൻ ഒഴിപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പ്രതിപക്ഷത്തിനും പറയാൻ പറ്റില്ല, ഉദ്യോഗസ്ഥർക്കും പറയാൻ പറ്റില്ല, പരിസ്ഥിതി സംരക്ഷകർക്കും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ മതമേലധ്യക്ഷന്മാർ ചില കണ്ടീഷണൽ വയ്ക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ അഭിലാഷ്? ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഏതാണ് കയ്യേറ്റം, ഏതാണ് കയ്യേറ്റമല്ലാത്തത് എന്ന തർക്കമാണ് ഇക്കാലം അത്രയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് തടസ്സമായത്. ഏതാണ് ആദ്യം വേണ്ടതെന്നാണ് ഇപ്പോൾ തർക്കം. ഏതാണ് കയ്യേറ്റം, ഏതാണ് കയ്യേറ്റമല്ലാത്തത്? ഞാനിപ്പോൾ ഒറ്റ കാര്യം പറയും. ഈ 154-ൻ്റെ പട്ടിക നിങ്ങളൊക്കെ കണ്ടു. ഈ 154 പട്ടികയിൽ ഏതൊക്കെ കയ്യേറ്റമാണ് ഏതൊക്കെ അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുമായിരുന്നു. അതാണ് അദ്ദേഹം പറയേണ്ടത്. 1, 4, 11, 14 ഇത്ര ഞങ്ങൾ ഒഴിപ്പിക്കുന്നു പറഞ്ഞാൽ 2, 3 തർക്കം. പക്ഷേ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിൽ നിന്ന് പട്ടിക വാങ്ങിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പാണല്ലോ ചെയ്യേണ്ടത്. റവന്യൂ വകുപ്പ് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്, അതുപോലെ. അവിടെയാണ് പ്രശ്നം. റവന്യൂ വകുപ്പ് പട്ടിക തയ്യാറാക്കി സകല ഉത്തരവാദിത്വത്തോടും കൂടി ഒരു കയ്യേറ്റ ഭൂമിയിലെ കുരിശു പൊഴിച്ചപ്പോൾ ഇവിടുത്തെ സഭക്കാരേക്കാൾ അതിന് ഇടപെട്ടത് മുഖ്യമന്ത്രിയാണ്, നമ്മൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തടസ്സങ്ങൾ ഇനി ഓരോന്നിൽ വരും. ഇതിപ്പോൾ കുരിശാവും, നാളെ ശിവലിംഗാവും, മറ്റന്നാൾ അമ്പലവും, വേറെ ദിവസം ചന്ദ്രകലിയാവും, അല്ലെങ്കിൽ വേറൊരാളുടെ വേണ്ടപ്പെട്ട ഒരാളുടെ. ഇപ്പോൾ MLAയുടെ കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ MLAയുടെ 8 സെൻറ്റിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ അതിൽ ഒരു എക്സ്ക്യൂസ് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾ, അദ്ദേഹത്തിന് വേറെ ഭൂമിയില്ല എന്ന് പറയണേ. അത് രണ്ടാമത് എടുത്താൽ മതി, ഞാൻ സമ്മതിച്ചു. പ്രശ്നം അതല്ല. ഇപ്പോൾ ലംബോദരൻ്റെ ഭൂമിയുണ്ട്. രണ്ടാമത്തെ പേര് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലംബോദരൻ്റെ ഭൂമിയാണ്. ലംബോദരൻ്റെ ഭൂമി കയ്യേറ്റമാണോ അല്ലയോ എന്ന് ആര് തീരുമാനിക്കും? റവന്യൂ വകുപ്പാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ റവന്യൂ വകുപ്പ് തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സർവകക്ഷി യോഗം കൂടിയെങ്കിലും ഇനിയും അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കണമെങ്കിൽ മറ്റേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ MLA, അവിടുത്തെ മണി, അവിടുത്തെ എന്താണ് പറയുക മന്ത്രി ഒക്കെ വേണമെന്ന്. MM മണിയോട് ചോദിച്ചിട്ട് ലംബോദരൻ്റെ ഭൂമി ഒഴിപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് പറ്റുമോ? പറ്റില്ല. റവന്യൂ മന്ത്രിക്ക് പറ്റുമോ? പറ്റില്ല. പ്രശ്നം അവിടെയാണ്. ഒഴിപ്പിക്കട്ടെ, ഞാൻ ലംബോദരൻ്റെ ആദ്യം ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. ശരി, ഇവരിട്ടിട്ടുള്ള ലിസ്റ്റിൽ ആ 154 154 1500-ഉം 15000-ഉം ഒഴിപ്പിക്കാനുണ്ട് അവിടെ. എങ്കിൽ പോലും ഈ 154-ൽ 1, 2, 3, 4, 5 എന്നിവ ഞങ്ങൾ ഒഴിപ്പിക്കും എന്നാണ് പറയുന്നതെങ്കിൽ
ഞാൻ വിശ്വാസമുണ്ട്. കാരണം എനിക്ക് മുഖ്യമന്ത്രി വിശ്വാസമില്ലാണ്ടല്ല, ഇതിന് മുൻകാല അനുഭവങ്ങൾ ഈ ഇതിലാണ് തട്ടി നിൽക്കുക. എവിടെ അതിൻ്റെ തടസ്സം വരണേ? കയ്യേറ്റം കണ്ടെത്തുന്നതിലല്ല. നിവേദിത ബിഹാറിനടക്കം നിരവധി കമ്മിറ്റി കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട്, കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോയിട്ടുണ്ട്. 2007 ഒഴിപ്പിച്ചതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ് ശരിയാണെങ്കിൽ ഇനി ആരും കയ്യേറാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കയ്യേറി പണം മുടക്കി അവിടെ പണിത സാധനം പൊളിച്ചു കളയേണ്ടി വരും. അല്ലെങ്കിൽ ശരി, അതാണ് താങ്കളുടെ പോയിന്റ്. ശ്രീ സി ജയകുമാർ, നമ്മൾ ഇനി ഒരാളും അവിടെ കയ്യേറാത്ത വിധത്തിൽ മൂന്നാറിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ സമൂഹവും പൊതുസമൂഹവും ആകെ ചർച്ച ചെയ്യേണ്ട വിഷയം. മൂന്നാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിവേദിത പി ആരൻ റിപ്പോർട്ട് കൊടുത്തിട്ട് നാളുകളായി. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് മൂന്നാറിന് ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനകൾ നൽകുന്ന വിധത്തിലാണ്. അപ്പോൾ ഈ കയ്യേറ്റങ്ങൾ പിടിച്ചെടുക്കുക, ഇനി അത് ഇടിച്ചു പൊളിച്ചു കളയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. ഇപ്പോൾ നിയമസഭാ സമിതിയുടെ ശുപാർശയായി വന്നിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിലവിൽ കോടതി ഉത്തരവുകൾ ഉണ്ട് എങ്കിൽ പോലും സമഗ്രമായി നടപ്പാക്കാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇനി അവിടെ ബഹുനില മന്ദിരങ്ങളൊന്നും പാടില്ല, പരിസ്ഥിതി പരിപാലന അതോറിറ്റി വേണം, ഒരു പരിസ്ഥിതി പരിപാലന നയം മൂന്നാറിന് മാത്രമായി വേണം, ഒരു കെട്ടിട നിർമ്മാണ ചട്ടം മൂന്നാറിന് മാത്രമായി വേണം, ഖനനം പാടില്ല എന്ന് നിലവിൽ തന്നെ കോടതി ഉത്തരവുണ്ട്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ അനുമതിയും വേണം. പക്ഷേ അത് പൂർണ്ണമായും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സമഗ്രതയിൽ ഒരു മൂന്നാർ നയം രൂപീകരിക്കാതെ അവസാനിക്കുന്ന പ്രശ്നങ്ങളാണോ? തീർച്ചയായിട്ടും അല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നത്തെ പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തതാണ്. മുഖ്യമന്ത്രി ആ മീറ്റിങ്ങിൽ മുന്നോട്ട് വെച്ചത് അദ്ദേഹം കയ്യേറ്റം ഒഴിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നല്ല ചോദിച്ചത്. അദ്ദേഹം അത് കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നുള്ളത് സർക്കാർ പിന്മാറാതെ തീർച്ചയായും സമയബന്ധിതമായി മുന്നോട്ട് പോകുമെന്നും അത് ചർച്ച ചെയ്യാനല്ല വിളിച്ചതെന്നും പകരം മൂന്നാർ സംരക്ഷിക്കാനായിട്ടുള്ള നിയമനിർമ്മാണം എന്തായിരിക്കണം, എന്ത് തരത്തിലുള്ള നയങ്ങളാണ് വേണ്ടത്, ഏറ്റെടുക്കുന്ന ഭൂമിയെ എന്ത് തരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, അതിൽ വ്യത്യസ്ത ആൾക്കാരുടെ അഭിപ്രായം കേൾക്കാനാണ് ഇന്നേ ദിവസം അദ്ദേഹം മാറ്റിവെച്ചതെന്നും അതിൽ നമ്മളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് തീർച്ചയായും എനിക്ക് തോന്നുന്നൊരു വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നൊരു 10-12 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മൂന്നാറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച്. അതിൽ ഒരു തരത്തിൽ ഇന്ന് ഉണ്ടായ ഒരു പുതിയ സംഭവ വികാസം എന്ന് പറയുന്നത് വ്യത്യസ്ത മേഖലകളിലുള്ള മാധ്യമപ്രവർത്തകരെയും പരിസ്ഥിതിക്കാരെയും പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമായിട്ടൊരു കൺസൾട്ടേഷൻ ഞാൻ പറയുന്നില്ല, അവരെ ഹിയർ ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ട്. ആ ഹിയറിങ്ങിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഇന്ന് വളരെ നല്ലൊരു കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും കൃത്യമായി മൂന്നാർ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗവൺമെൻറ് നല്ലൊരു സപ്പോർട്ട് ഈ മീറ്റിങ്ങുകളിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മൂന്നാറിൽ ഏറ്റവും അത്യാവശ്യമുള്ളത്, മൂന്നാർ കേരളത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. ആ ലാൻഡ്സ്കേപ്പ് സംരക്ഷിക്കണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് അതിൻ്റെ ലാൻഡിൻ്റെ ഈ ലാൻഡ്സ്കേപ്പിലുള്ള ലാൻഡ് യൂസ് എന്തായിരിക്കണം, അതിൻ്റെ ഭൂമിയുടെ ഒരു ഭദ്രത, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് പറയുകയാണെങ്കിൽ ലാൻഡിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്താണെന്നുള്ളത് തിരിച്ചു പിടിക്കണം. ആ ഇൻറ്റഗ്രിറ്റി തിരിച്ചു പിടിക്കുന്നതിൽ നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ ഒഴിവാക്കേണ്ടി വരും, ചിന്ന ഭിന്നമായി പോകുന്നതിന് ഒഴിവാക്കേണ്ടി വരും. അതിൽ പതിച്ചു കൊടുക്കേണ്ട പ്രശ്നമുണ്ട്. അത് പക്ഷേ അവിടെ തന്നെ പതിച്ചു കൊടുക്കണോ അല്ല അവിടെയുള്ള ആൾക്കാർ തീർച്ചയായും അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ. നിയമമന്ത്രി ശ്രീ എ കെ ബാലൻ ടെലിഫോണിൽ. ശ്രീ എ കെ ബാലൻ, ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി ഇനി കയ്യേറ്റം ഉണ്ടാകാത്ത വിധത്തിലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ മൂന്നാറിൽ ഉണ്ടാകും എന്ന്. അപ്പോഴും അവിടെ ഒഴിപ്പിക്കൽ എന്നുള്ളത് ഏതർത്ഥത്തിലാണ്? അതായത് കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കുകയാണോ, അതല്ല ആ കയ്യേറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിലേക്കാക്കിക്കൊണ്ട് ഉള്ള സമീപനമാണോ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല. മൂന്നാറിന്റെ ഒഴിപ്പിക്കൽ ഏത് തരത്തിലാകണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ലേ സർക്കാരിന്? ഇതിൽ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു വളരെ എളുപ്പമുള്ള കാര്യമല്ല ഇത്. ഭൂമി പ്രശ്നം മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള യോഗം ഒരു സമൂഹത്തിന്റെ ഒരു പൊതു കോൺസെൻസസ് എത്തിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് അതിശക്തമായിട്ടുള്ള നിയമനിർമ്മാണം അടക്കം ആവശ്യമായിട്ട് വരും. നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് ഉറപ്പാണ്. അല്ലാതെ സാധാ നിലയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അനധികൃതമായി കൈവശം വെച്ച, അതായത് കയ്യേറ്റക്കാർ ആ കയ്യേറ്റക്കാരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു രേഖ ഉണ്ടാവും. രണ്ടാമത്, അങ്ങനെയുള്ള ഭൂമിയിൽ അവർ പണിതിട്ടുള്ള കെട്ടിടം എന്ന് പറയുന്നതിൽ പഞ്ചായത്തിന്റെ ഇത് ബിൽഡിംഗ് റൂൾ ഉണ്ടാവും. അപ്പൊ 2 രേഖ അവരുടെ കയ്യിലുണ്ടാവും. അങ്ങോട്ടേക്ക് അങ്ങ് പോയാൽ ഉടനെ ഹൈക്കോടതി പോയിട്ട്
അവർ സ്റ്റേവാകും. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട VSന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മൂന്നാർ ദൗത്യം ഉണ്ടായിരുന്നല്ലോ. അതിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് തൊടാൻ പാടില്ല എന്ന സന്ദേശമല്ലേ കൊടുത്തത്? മാത്രമല്ല കോമ്പൻസേഷൻ അടക്കം കൊടുക്കാൻ പറഞ്ഞില്ലേ? അപ്പോ ഗവൺമെന്റ് ഇപ്പം എടുക്കുന്ന ഒരു തീരുമാനം പ്രാവർത്തികമാക്കുന്നതിന് ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു 52ഓളം വില്ലേജുകളാണ് നമ്മൾ ഇടുക്കിയിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലേജാണ് KDH വില്ലേജ്. ഈ KDH വില്ലേജിന് അപ്പുറം പ്രശ്നമില്ല. കാരണം അത് 1/1/1977 വരെ കൈവശം വെച്ച ആൾക്കാർക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഭൂമി ലഭ്യമാക്കുന്നതിന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഭൂമി നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. ആ ഭൂമി കൊടുക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ. ഏതാണ്ട് 25,000 ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് ഒരു 10-15,000 ഹെക്ടർ ഭൂമിയാണ് ഇതുവരെ കൊടുത്തത്. 10-10,000 ഹെക്ടർ ഭൂമി, അതായത് 25,000 ഏക്കർ ഭൂമി ഇനിയും അതിൽ കൊടുക്കാൻ ബാക്കിയാണ്. അതുകൊണ്ട് മാത്രം അവിടെയുള്ള പ്രശ്നം പരിഹരിക്കില്ല, പോട്ടെ. എന്നാലും 1/1/77 വരെയുള്ള പ്രശ്നം നമുക്ക് അവിടെ പരിഹരിക്കാൻ പറ്റും. KDHന്റെ ഉള്ളിൽ എന്താ പ്രശ്നം? KDHന്റെ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, KDHൽ ഭൂരിപക്ഷവും ടാറ്റാന്റെ ഭൂമിയാണ്, 90%. ഹലോ, കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലോ. 90% ടാറ്റാന്റെ ഭൂമിയാണ്. ഈ ടാറ്റാന്റെ ഭൂമി KDH നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 58,000 ഏക്കർ ഭൂമിയെ ടാറ്റക്ക് വെക്കാൻ അവകാശമുള്ളൂ. ആദ്യം മനസ്സിലാക്കണം. എന്നാൽ ടാറ്റ ഈ 58,000 ഏക്കർ ഭൂമി ഏതാണ് എന്ന് ഇന്നേ വരെ മാറി വന്നിട്ടുള്ള ഏതെങ്കിലും ഗവൺമെന്റ് റീസർവേ നടത്തിയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അതിന് ഞാൻ ആരെയും പ്രത്യേകിച്ച് കുറ്റക്കാരായിട്ട് കാണുന്നില്ല. കാരണം ടാറ്റക്ക് ആ രൂപത്തിലുള്ള സ്വാധീനമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ VSന്റെ കാലഘട്ടത്തിൽ ഈ ഭൂമി സർവേ നടത്താൻ തീരുമാനിച്ചു. അല്ല, അതൊരു വിശാലമായ വിഷയമാണല്ലോ മിനിസ്റ്റർ. ഇനി ഇപ്പോൾ പോട്ടെ, KDHന് പുറത്തുള്ള വില്ലേജുകളിൽ, സമീപസ്ഥ വില്ലേജുകളിലും സമാനമായ തരത്തിൽ സർക്കാരിന്റെ ഭൂമി കയ്യേറി എന്നുള്ള ആരോപണമുണ്ടല്ലോ. ഇപ്പോൾ റവന്യൂ വകുപ്പ് ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ കൃത്യമായി സർവേ നമ്പർ അനുസരിച്ച് ഇന്ന ഭൂമി കയ്യേറ്റം എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ആ പട്ടിക അനുസരിച്ചുള്ള ഒരു ഒഴിപ്പിക്കൽ ഉണ്ടാകുമോ? അല്ല, ആ പട്ടിക അനുസരിച്ചിട്ടുള്ള ഒഴിപ്പിക്കൽ ഉണ്ടാകും എന്നുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. എന്റെ പ്രശ്നം അതല്ല. അതിനേക്കാളും അപ്പുറമുള്ള ഭൂമിയിലേക്ക് കടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം ആവശ്യമായിട്ട് വരും. മറ്റേ ഭൂമിൻ്റെ അകത്ത് ഇപ്പോൾ 8 സെന്റ് 5 സെന്റ് 6 സെന്റ് ഉള്ളിയാണല്ലോ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ക്രൂശിക്കുന്നത്. ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു പാവ MLA 3 ടേമായി ഈ കേരളത്തിൽ 3 ടേം MLA ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദളിതൻ ഒരു 8 സെന്റ് ഭൂമി കൈവശം വെച്ച് കഴിഞ്ഞാൽ അതാണ് കയ്യേറ്റം എന്ന് പറഞ്ഞിട്ട് കൂക്കി വിളിച്ച് നടക്കുകയല്ലേ ഇവിടെ? ആ പാവ എന്ത് തെറ്റാ ചെയ്തത്? അല്ല, അത് മാത്രമല്ലല്ലോ ശ്രീ AK ബാലൻ, ഈ പറയുന്ന S രാജേന്ദ്രൻ MLA പേര് ഈ ലിസ്റ്റിൽ, അവസാന റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ലിസ്റ്റിലില്ല. പക്ഷേ CPIMന്റെ തന്നെ നേതാക്കളായ ആൽബിനെ കുറിച്ചുള്ള ആരോപണം 17 ഏക്കർ ആദിവാസി ഭൂമി കയ്യേറി എന്നുള്ളതാണല്ലോ. MM മണിയുടെ സഹോദരൻ കയ്യേറിയ ഭൂമിയുടെ കണക്ക് റവന്യൂ വകുപ്പിന്റെ പട്ടികയിലുണ്ട്. MLA വിട്ടേക്കൂ, ബാക്കിയുള്ളത് ഒഴിപ്പിക്കുമോ? അല്ല, അതിന് യാതൊരു സംശയമല്ല. ഞാൻ പറയുന്നത് MLA കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയും പിടിക്കണം. ഇത് MLA കയ്യേറാതെയാണല്ലോ MLAക്ക് കിട്ടിയിട്ടുള്ള പട്ടയത്തിന്റെ അത് സർവേ നമ്പറിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. സാധാരണ നിലയിൽ സർവേ നമ്പറിൽ പല വ്യത്യാസം ഉണ്ടാവും. അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഭൂമി, അദ്ദേഹം ടാക്സ് കൊടുത്തിട്ടുള്ള ഭൂമി, അദ്ദേഹം മതിയായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടുള്ള ഭൂമി, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ MLA എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞു കിടക്കുന്നത്. ബാക്കി ആരാണോ കൈവശം വെക്കുന്നത് അയാൾ മാത്രമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും നേതാക്കന്മാർ അനധികൃതമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, അക്കാര്യത്തിലൊക്കെയുള്ള തടസ്സങ്ങളെ ഭയമുണ്ട് ശ്രീ AK ബാലൻ. MM ലംബോദരൻ, അത് KDHലല്ല, ചിന്നക്കനാലിൽ റീസർവേ നമ്പർ 1/1 ബ്ലോക്ക് 1 240 ഏക്കർ കയ്യേറിയിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. VX ആൽബിൻ ചിന്നക്കനാലിൽ 17 ഏക്കർ, റീസർവേ 11/1, അത് ആദിവാസി ഭൂമിയാണ്. പിന്നെ തച്ചങ്കരി കാറ്ററിംഗ് കോളേജ്, സ്കൈ ജ്വല്ലറി, Cloud 9, ലൂക്ക് സ്റ്റീഫൻ പുളിമുട്ടിൽ, ജംഗിൾ റിസോർട്ട്സ്, ആഴി റിസോർട്ട്സ്, കലിപ്സോ അഡ്വഞ്ചേഴ്സ്, ജിമ്മി സക്കറിയ, ബോബി സക്കറിയ, ലിജീഷ് MM ലംബോദരന്റെ മകനാണ്. ഇങ്ങനെ വലിയൊരു പട്ടികയുണ്ടല്ലോ. അപ്പോൾ ഈ പട്ടിക അനുസരിച്ചുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെയുള്ള ഏക്കർ കണക്കിന് ഭൂമി സർക്കാർ തിരിച്ചെടുക്കുമോ? അതിന് തടസ്സം ഉണ്ടാകുമോ? ഇത് കയ്യേറ്റ ഭൂമി ഇന്നേതാണ് എന്ന് റവന്യൂ വകുപ്പ് അസൈൻ ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കുന്ന ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കും. അക്കാര്യത്തിൽ X or Y നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വേണ്ട. പക്ഷെ പ്രശ്നം ഞാൻ പറഞ്ഞതാണ് വരാൻ പോകുന്നത്. അതായത് അങ്ങനെയുള്ള ഭൂമിയിലേക്ക് പോകുമ്പോൾ സ്റ്റേ വാങ്ങാനുള്ള എല്ലാ ഏർപ്പാടും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ ഉണ്ട്.
അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പോൾ അത് അടക്കം മനസ്സിലാക്കിക്കൊണ്ട്, ആ ലൂപ്പ് ഹോൾ അടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഈ അനധികൃതമായിട്ടുള്ള ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിയമനിർമ്മാണവും വിൽ പവറും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അതുണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണുന്നു. ഒരൊറ്റ സെക്കൻഡ്. ഷസിയാർ നീലകണ്ഠൻ, താങ്കൾ യോജിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു കയ്യേറ്റ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടാകാം? ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി ഉത്തരവ് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അല്ല, നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിന് രീതിയിൽ നേരിടണം. ഗവൺമെൻറ് അതിനുള്ള വിൽ പവർ കാണിക്കണം. എനിക്കൊരു തർക്കമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, അവിടെ ഭൂമി ഉടമസ്ഥതയുണ്ടെങ്കിൽ പോലും ഭൂമി ദുരുപയോഗം ചെയ്ത ആളുകളുണ്ട്. ഉടമസ്ഥതയുടെ കാര്യത്തിലേ തർക്കമുള്ളൂ. നിയമം പരസ്യമായി ലംഘിച്ച ആളുകളുണ്ട്. ഇപ്പോൾ 14 നില കെട്ടിടം ഉണ്ട് മൂന്നാറിൽ. 14 നില കെട്ടിടം മൂന്നാറിൽ ഒരു കാലത്തും പണിയാൻ പറ്റില്ല. ആര് ഞാൻ അനുമതി കൊടുത്താലും, മന്ത്രിസഭ അനുമതി കൊടുത്താലും അങ്ങനെ കെട്ടിടം നിൽക്കാൻ പാടില്ല. ആ കെട്ടിടം പൊളിക്കാൻ ഇവർ കോടതി പോട്ടെ, ആര് കോടതി പോലും അത് പൊളിക്കാനേ പറയൂ. കാരണം നമുക്കറിയാം, തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ച കെട്ടിടങ്ങൾ റിസോർട്ടുകൾ പൊളിക്കാനാണ് സുപ്രീം കോടതി വരെ ഉത്തരവിട്ടിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അതിലേക്ക് പോവില്ല, അവിടേക്ക് പോവില്ല. ഇവിടെ പ്രശ്നം സമഗ്രമായ നിയമം വേണമെന്ന് മിനിസ്റ്റർ ബാലൻ പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. നമുക്ക് നിയമമില്ല. പക്ഷേ ഉള്ള നിയമങ്ങൾ, ഇപ്പോൾ റവന്യൂ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഏതാ ഉള്ള നിയമമല്ലേ, പുതിയ നിയമം വെച്ചിട്ടല്ലോ. നിലവിലുള്ള റവന്യൂ നിയമം, നിലവിലുള്ള പരിസ്ഥിതി നിയമങ്ങളെല്ലാം വെച്ചിട്ടാണ് റവന്യൂ വകുപ്പ് കയ്യേറ്റം പറഞ്ഞിട്ടുള്ളത്. ഇത് കോടതി തടസ്സപ്പെടും എന്ന് പറഞ്ഞ് ഇത് മുമ്പോട്ട് പോകുന്നതിന് പകരം കോടതിയുടെ മുമ്പിലൊക്കെ പോയ കേസുകൾ അത് പലതും കോടതിയുടെ മുമ്പിൽ പോയി തിരിച്ചു വന്ന കേസുകളാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണറോട് ഹിയർ ചെയ്യാൻ പറഞ്ഞു. ഹിയർ ചെയ്ത് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഹിയർ ചെയ്ത കേസുകളാണ്. അത് പറഞ്ഞിട്ട് നമ്മൾ ഇതിപ്പോൾ മാറ്റിവെക്കാൻ പറ്റില്ല. ഇപ്പോൾ നേരത്തെ VS അച്യുതാനന്ദൻ്റെ കാലത്ത് പറഞ്ഞു 92 കെട്ടിടം പൊളിച്ചു കഴിഞ്ഞിട്ടാണ് കെട്ടിടം പൊളിക്കുന്നതിൻ്റെ കാര്യം വന്നു. 92 കെട്ടിടം അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു കോമ്പൻസേഷൻ ഒന്നും കൊടുക്കാനും പറഞ്ഞിട്ടില്ല. ആകെ ഒരു കെട്ടിടത്തിനാണ് കോമ്പൻസേഷൻ്റെ കാര്യം പറഞ്ഞത്. 92 കെട്ടിടം പൊളിച്ചാൽ 1-2 കെട്ടിടത്തിന് കോമ്പൻസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കേസ് നടക്കട്ടെ. ഞാൻ പറഞ്ഞത് ബാക്കി 90 കെട്ടിടം പൊളിച്ച് ശരിയായിരുന്നോ? അത് ഇതുവരെ കേസ് വന്നിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഇത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ടെങ്കിൽ ഞാനതിനെ ബഹുമാനിക്കുന്നു. അത് ചെയ്ത് കാണിക്കുന്നത് വരെ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇതൊരു ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഏറ്റവും വലിയ കയ്യേറ്റക്കാർ ആരാണ് മൂന്നാറിൽ എന്നതിൻ്റെ ഉത്തരവും പറഞ്ഞിരുന്നു. ആ സക്കറിയ ജോസഫിൻ്റെ കയ്യേറ്റം ഭൂമി തിരിച്ചുപിടിക്കാൻ 2012 ജനുവരി 12-നാണ് ലാൻഡ് ബോർഡിൻ്റെ ഉത്തരവുണ്ടാകുന്നത്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. 2013 ഓഗസ്റ്റ് 30-ന് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇവരുടെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടിരുന്നു. ഒരു അന്വേഷണവും നടന്നിട്ടില്ല, അന്വേഷണം ഒട്ടും മുന്നോട്ട് പോയിട്ടുമില്ല. അപ്പോൾ ഈ പറയുന്ന വൻകിട കയ്യേറ്റം അവിടെ ഉണ്ട് എന്ന് നേരത്തെ അറിയാമായിരുന്നു, അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ഉത്തരവുണ്ടാകുന്നത് നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്താണ്. ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. അല്ല, ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷം എന്നുള്ളത് ഉണ്ടായിരുന്നില്ലേ? പ്രതിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, സർക്കാരിന്റെ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് കണ്ടെത്തപ്പെട്ട കയ്യേറ്റമാണിത്. ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥന്മാരും മാറ്റിവെക്കും. നിങ്ങളുണ്ടായിരുന്നില്ലേ? നിങ്ങൾ മാധ്യമങ്ങളോടെ പോയിരുന്നു. നിങ്ങളിപ്പോൾ ചെയ്ത് എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല? അല്ല, അതിപ്പോൾ മാധ്യമങ്ങളുടെ കുറ്റമാണ്. ഞാൻ പറഞ്ഞതല്ല. ഞങ്ങളുടെ എന്നറിയാം, ഏത് ഗവൺമെൻറ് വന്നാലും ശരി കുറേ ഉദ്യോഗസ്ഥന്മാരെ എടുത്ത് മാറ്റിവെക്കും. പ്രത്യേകിച്ച് ഇത്രയും ഈ മൂന്നാർ പോലെ ഇത്രയും കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു ആണ് നമ്മുടെ ഭൂമിയുടെ ഏർപ്പാട്. പലരിടത്തും ഇപ്പോൾ ബാലൻ പറഞ്ഞ കാര്യം ശരിയാണ്. എല്ലായിടത്തും ഓരോ രേഖയുണ്ട്. ഓരോ രേഖ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ തഹസിൽദാരുടെ രവീന്ദ്രൻ പട്ടേ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അയാൾ കോടതിയിൽ പോകുന്ന പറഞ്ഞിരിക്കുക ഈ പട്ടയം മുഴുവൻ ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യും. പലപ്പോഴും മന്ത്രി അറിയണമെന്നില്ല. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും വരേണ്ടത്. ഞാൻ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ കാലത്ത് ചെയ്തില്ല, അതിൽ ശരിയാണ്, അവനെ കുറ്റം അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ചെയ്യേണ്ടത് ആരാണ്? അല്ല, ഇപ്പോഴാണ് ഇത്രയെങ്കിലും ചെയ്യുന്നത്. ആ കുരിശ് പൊളിക്കാൻ പോയതുകൊണ്ടാണല്ലോ ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. കുരിശ് പൊളിച്ചതിനെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആരാ കുരിശ് പൊളിച്ചിട്ട് ബഹളം ഉണ്ടാക്കിയ ആരാ? ഞങ്ങളല്ലല്ലോ, പ്രതിപക്ഷമല്ലല്ലോ. മുഖ്യമന്ത്രിയല്ലേ ബഹളം ഉണ്ടാക്കിയത്. ഒരു മതമേലധ്യക്ഷനേക്കാൾ വികാരത്തോട് മുഖ്യമന്ത്രിയെ കയറി പിടിച്ചത്. അവിടെ ഞങ്ങൾക്ക് സംശയം, ഞങ്ങളുടെ സംശയം അവിടെയാണ്. അതെന്തിനാ മുഖ്യമന്ത്രിയെ പറയാൻ തന്നെ? അത് പറയുമ്പോഴേക്കും എന്ത് പറ്റും? മറ്റു പലരും കയറി പിടിച്ചു. പിന്നെ അതിൻ്റെ രീതിയെക്കുറിച്ചായ തർക്കം അല്ലെങ്കിൽ പോയനോ അത്. അപ്പോൾ ഞങ്ങളുടെ സംശയം ഇതൊക്കെ പറയുന്നത് മറ്റു പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞങ്ങളുടെ സംശയം. അത് പറയട്ടെ മുഖ്യമന്ത്രി, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ശരി, അതാണ് ശ്രീ എസ് രാജേന്ദ്രൻ MLA. അവിടെ കുരിച്ചു കൊണ്ടുപോയി വെച്ച ഗ്രൂപ്പാണ് റവന്യൂ വകുപ്പിന്റെ പട്ടിക പ്രകാരം ഏറ്റവും അധികം കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. അത് പല ആളുകളുടെ, ഒരു കുടുംബത്തിലെ പല ആളുകളുടെ പേരിലുള്ള പട്ടികയാണ്. അപ്പോൾ ഇവർ കയ്യേറ്റക്കാരാണ് എന്നുള്ളത് ഇപ്പോൾ ഇടുക്കിയിലെ ആളുകൾക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. എന്നിട്ടും അവരുടെ ഭൂമിയിൽ ഒരു കുരിച്ച്, അവരുടെ ഭൂമി എന്ന് പറഞ്ഞാൽ അവർ കയ്യേറിയ ഭൂമിയിൽ ഒരു കുരിച്ച് കൊണ്ടുവച്ചിട്ട് അത് റവന്യൂ വകുപ്പ് പൊളിക്കാൻ പോയപ്പോൾ തന്നെ
വലിയ പ്രശ്നമുണ്ടായി. അതായത് ഏതെങ്കിലും പാർട്ടി ഓഫീസിലോ പാർട്ടി നേതാവിൻ്റെ ഭൂമിയിലോ ഒന്നും കൈവച്ചപ്പോഴല്ല, കയ്യേറ്റക്കാരനാണെന്ന് നിരവധി റിപ്പോർട്ടുകളുള്ള ഒരു വ്യക്തിയുടെ സംഘം കൊണ്ടുപോയി വെച്ച ഒരു കുരിശിൽ തൊട്ടപ്പോൾ തന്നെ അവിടെ ഒഴിപ്പിക്കൽ നടപടി തന്നെ വഴിതിരിഞ്ഞു പോകുന്ന വിധത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ ഒരു വലിയ ലിസ്റ്റും എടുത്ത് റവന്യൂ സംഘം ഇനി ഈ കയ്യേറ്റം ഒഴിപ്പിക്കലുകളിൽ നേതൃത്വം നൽകാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും ഇടുക്കിയിൽ? നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, പേടിക്കുന്നുണ്ട. നിങ്ങൾ ഈ കൊട്ടി ആഘോഷിക്കുന്ന കുരിശടി ഉണ്ടല്ലോ, അവിടെ ഇന്നലെ ഞാൻ പോയിരുന്നു. അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ആരുടെയും അവകാശത്തിൽപ്പെട്ട സ്ഥലമൊന്നുമല്ല. അത് വളരെ വ്യക്തമായി അതിന്റെ താഴെ ഒരു 3 കുടുംബക്കാരുണ്ട്. ആ 3 വീട് 2 വീട് പൊളിച്ചിട്ടുണ്ട്, ഒരെണ്ണം അങ്ങനെ നിൽക്കുകയാണ്. ഇത് പണ്ടപ്പോഴോ പണിത വീടുമാണ്. ആ വീടിനുള്ള ആളാണ് അങ്ങനെ ചെയ്തത്. ബാക്കി ഈ സ്ഥലത്തൊന്നും അവരാരും പോയിട്ടില്ല. അത് ദുഃഖവെള്ളിയാക്കി എല്ലാം കുരിശ് ആയി മേലിൽ കുരിശടിയിലേക്ക് കയറുന്നവരും അങ്ങനെയാണ്. അത്ര പൊക്കത്തിലാണ്. നടന്നു പോകാനോ വണ്ടി പോയതായോ ഒരു തടയോ അതിനകത്ത് പോയതിന്റെ ഒരുപാടും കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ വെറുതെ ഇതെല്ലാം സർക്കാർ വക ഭൂമിയെല്ലാം വേറെ ആരുടെയും ഒക്കെ ഭൂമിയാണ് എന്ന് കണ്ടെത്തിയതുപോലെ പറഞ്ഞുകൊണ്ട് ഒരു ജാടയും നാടകവും അഭിനയവും എന്തിനാണ് ഈ ഏർപ്പാടും കഴിയും? ഇനി അതിലാണെങ്കിൽ ഞങ്ങൾ ആരും ഇടപെട്ടില്ലല്ലോ. ഞങ്ങൾ ആരും ഇടപെട്ടില്ല. ഞങ്ങള് അവസാനം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് ആ 3 പേരുടെ കാര്യം. ആ 3 പേരുടെ കാര്യം റവന്യൂ മന്ത്രിയെ കണ്ട പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നീട് എങ്ങാണ്ടും ഇവിടെ നിയമസഭയിൽ ഞങ്ങളുണ്ടപ്പോ അവിടെ എങ്ങാണ്ട് എന്തോ സമ്മേളനം, വാർത്താ സമ്മേളനം അവർക്ക് നടത്തിയിട്ടില്ല. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ സ്ഥലം ആരെങ്കിലും അവകാശപ്പെട്ടിട്ട് ഞങ്ങൾ ആരെങ്കിലും പോയി അവർക്ക് അനുകൂലമായി നിന്ന് ഈ പറഞ്ഞ പോലെ തടസ്സമുണ്ടാക്കിയെന്ന് അല്ല, ഇതിപ്പോ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. കാരണം പേരുണ്ടെങ്കിലും ഒരു പട്ടയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. ഇനി പട്ടയത്തിന്റെ സാധുത പരിശോധിച്ചാൽ മതി. പക്ഷെ അതുപോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഇനി ആരുടെയെങ്കിലും ആണെന്ന് പറയുന്നത്? അതെന്തിനാ പിന്നെ പറയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇത് പൊട്ടി ആഘോഷിക്കേണ്ട കാര്യം എന്തുണ്ടായിരുന്നു? അല്ല, അത് സർക്കാരിന്റെ ഭൂമിയാണ്. സർക്കാരിന്റെ ഭൂമിയിൽ ഒരു കോൺക്രീറ്റ് കുരിശ് പണിത് വെച്ചു. അത് സ്വാഭാവികമായി ആ ഭൂമി വളച്ചു കെട്ടാനാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പൊ ആ കുരിശാണ് സർക്കാരിന്റെ ഭൂമിയിൽ ഇരുന്ന കുരിശാ പൊളിച്ചത്. നിങ്ങളുടെ ധാരണ തെറ്റാ. ഇടുക്കി ജില്ലയിലെ മിക്ക മലമുകളിലും കുറിച്ചുണ്ട്. ചെന്ന് നോക്ക്. അപ്പം ആ നിലയിലേക്കുള്ള കുറിച്ചെല്ലാം മാത്രമേ അവകാശപ്പെടാനുണ്ട. ഒരു ദുഃഖവെള്ളിക്ക് വന്നാൽ പിന്നെ അടുത്ത ദുഃഖവെള്ളിക്ക് അങ്ങനെ പോകാറുണ്ട്. അവിടെ ആ പാപ്പാത്തി ചോലയിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പോകാറുണ്ട്. പിന്നെ പുറത്തുനിന്ന് അങ്ങനെ ആരെങ്കിലും വന്നു പോകുന്നതായി ഒന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, അത്രയും നിഷ്കളങ്കമായിട്ടാണ് കാര്യം എന്ന് താങ്കൾ അവതരിപ്പിക്കുന്നത്. ശരി, ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഇടുക്കി DCC പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഇങ്ങനെ എസ് രാജേന്ദ്രൻ പറയുന്നത് അവിടെയുള്ള ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വികാരമാണോ? ഈ പുറത്തുള്ള നിങ്ങളുടെ നേതാക്കൾ സർവകക്ഷി യോഗത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള യാഥാർത്ഥ്യം ഇടുക്കിയിലുണ്ടോ? തീർച്ചയായിട്ടും മലയോര കുടിയേറ്റ ജില്ല എന്ന നിലയിലേക്ക് ഇടുക്കിയുടെ കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ധാരാളം യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. കാരണം വളരെ പ്രയാസപ്പെട്ട് പതിറ്റാണ്ടുകളായി ഈ മണ്ണിൽ അത്യധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. പക്ഷേ ആ കർഷകരെ മുൻനിർത്തിക്കൊണ്ട് CPM നടത്തുന്ന രാഷ്ട്രീയ സമീപനം, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കാരണം ഇപ്പൊ ഈ 26-27 ദിവസം സബ് കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ ഒരു സമര നാടകം അരങ്ങേറുകയുണ്ടായി. CPM-ന് ഇക്കാര്യത്തിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് CPI-യുടെ സമീപനം മൂലമാണ്. അപ്പോൾ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം? മലയോര കുടിയേറ്റ കൃഷിക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ സ്വന്തക്കാരും ഏറ്റവും പാർട്ടി ബന്ധുക്കളുമായിട്ടുള്ള ആളുകളുടെ ഭൂമി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. ഇപ്പോ P. കൃഷ്ണപിള്ളയുടെയും AKGയുടെയൊക്കെ ആ പാർട്ടിയുടെ നേതാക്കൾ എസ് രാജേന്ദ്രന്റെ ഭൂമിയെ സംബന്ധിച്ച് അത് വളരെ നിസ്സാരമായി വളരെ ചെറിയ സെന്റേ ഉള്ളൂ. ശരിയാണ്, പൊതുസമൂഹത്തിൽ വരുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ ധാർമ്മികത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടാവണ്ടേ? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഉള്ളതല്ലേ? അല്ല, ഇപ്പോ ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ ഇപ്പോ പറയുന്നത് കേട്ടാ തോന്നും എസ് രാജേന്ദ്രനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ ഒക്കെ ഇപ്പോ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്ന് എത്രയോ കാലമായി. എന്ന് മാത്രമല്ല 2012 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ 2011 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ബൈറ്റ് ഇപ്പോഴും ഉണ്ട് ടെലിവിഷൻ ചാനലുകളുടെ കയ്യിൽ. അന്ന് ഈ എസ് രാജേന്ദ്രൻ്റെ ഭൂമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇല്ല, ഞങ്ങളത് അങ്ങനെ ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം ഒരു MLA ആണല്ലോ എന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ സർക്കാർ അധികാരമേറ്റപ്പോൾ വന്ന പ്രശ്നമൊന്നുമല്ല, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ധാർമ്മികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് നിങ്ങളുടെ ധാർമ്മികത എവിടെ പോയെന്ന് ചോദിക്കേണ്ടി വരും.
അല്ല, തീർച്ചയായിട്ടും അതിന് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് അന്ന് ശക്തമായിട്ടുള്ള സമീപനം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വെറുതെ വിടുമോ? ഇന്നത്തെ ഈ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ വെറുതെ വിടുമോ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അന്ന് അതൊരു ഗ്രാവിറ്റി ഉണ്ടായില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള സമീപനങ്ങളെ സംബന്ധിച്ച്, ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമീപനങ്ങളെ സംബന്ധിച്ച് ഒരു കാരണവശാലും സംശയമില്ല. കാരണം സുശീല ഭട്ടിനെ പോലെയുള്ള ആളുകൾ, സമൂഹം അംഗീകരിച്ചിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ പോലും നിഷ്പക്ഷമായി ഗവൺമെന്റ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയത്. അതൊക്കെ പൊതുസമൂഹം അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. ശരി, ഏതായിരുന്നാലും ഇനിയിപ്പോ ഞങ്ങൾ നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഗവൺമെന്റ് ഒരു പാർട്ടി, നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ പാർട്ടിക്ക് ഒരു ധാർമ്മികത ഉണ്ടാവണ്ടേ? ഇപ്പോ MM മണിയുടെ സഹോദരൻ MM ലംബോദരൻ, അല്ല, നേരത്തെ മന്ത്രി ബാലൻ അക്കാര്യം വിശദീകരിച്ചല്ലോ. ശ്രീ ഇബ്രാഹിം കുട്ടിക്കലാർ, ആ ഭൂമി ഒന്നും ഒഴിപ്പിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. നമുക്ക് കാത്തിരുന്ന് കാണാൻ തുടരുക. ശ്രീ ജയകുമാർ, ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയമായ സമവായം ഉണ്ടായിട്ടുണ്ട്. പുറമേക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന കാര്യത്തിൽ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. നവീന മൂന്നാർ എന്നൊക്കെയുള്ള ആശയം പലതവണ പ്രഖ്യാപിക്കപ്പെട്ട് പിന്നെ ഒന്നുമാകാതെ അവസാനിച്ചു പോയ ഒന്നാണ്. പക്ഷേ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ അഭിപ്രായ രൂപീകരണം അങ്ങനെയല്ലാത്ത, ഇതുവരെ നടന്നതിൽ നിന്ന് വിഭിന്നമായ ഒരു സമീപനത്തിലേക്ക് നയിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു നയിക്കുമെന്നുള്ള പ്രതീക്ഷയല്ല, നയിക്കാനല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ അങ്ങേ അറ്റമാണ് എത്തി നിൽക്കുന്നത്. ഈ വഴിയിൽ നിന്ന് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. അതിലൊരു വലിയ പ്രശ്നമുള്ളത്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വളരെ ഒരു, പിന്നെയും ഇംഗ്ലീഷ് ഭാഷ കടമെടുക്കുകയാണ്, ഒരു മാക്രോ എഗ്രിമെൻ്റാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമ്മൾ ഓരോ മൈക്രോ ആയിട്ട് എങ്ങനെയാണ് ഓരോ മേഖലകൾ, കാരണം ഇതിലൊരു മുന്നാർ KDH വില്ലേജിൻ്റെ പ്രശ്നമല്ല ഇതിലുള്ളത്. വട്ടവള തൊട്ട് പള്ളിവാസൽ വരെയുള്ള താലൂക്കുകൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ്റെ ആവശ്യമുണ്ട്. അതിൽ നേരത്തെ CR സൂചിപ്പിച്ച പോലെ നിലവിലുള്ള നിയമങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പുതിയ ചില നിയമനിർമ്മാണങ്ങൾ ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് ഇമേജറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന തർക്കമില്ലാതെ ഒരു വളരെ ഒരു ന്യൂട്രൽ ടെക്നോളജി സൊല്യൂഷനിലൂടെ നമുക്ക് ചില സ്റ്റേക്സിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ വലിയൊരു നിയമപ്രശ്നം കൂടിയുണ്ട്. ഇതിൽ നമ്മൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അന്ന് പട്ടയം കൊടുക്കുമ്പോൾ നമ്മൾ അതിനുള്ള പകരം ഇത്ര ഭൂമി വനഭൂമി ലഭ്യമാക്കാമെന്നുള്ള കണ്ടീഷനിലാണ് നമ്മളൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോയിട്ട് നമ്മൾ 1/77 മുന്നേയുള്ള പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇത് വേറൊരു തരത്തിലേക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് ഒരു പട്ടയം പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് പോകുന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം വളരെ സമയബന്ധിതമായിട്ട് ഇതിൽ കൊടുക്കാവുന്നവർക്ക് കൊടുക്കുകയും അത് അവിടെ തന്നെ കൊടുക്കണോ വേറെ ഇടത്ത് കൊടുക്കാവോ, അത്തരത്തിലുള്ള വളരെ സാങ്കേതികമായ ഒരു പഠനവും അതിൻ്റെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി പഠിക്കൽ എന്താവാം മുന്നാർ എന്നുള്ളത് അതൊരു വെറും ഒരു പറയാവുന്നൊരു നിസ്സാര കാര്യമല്ല. അതിൽ നിയമം മാത്രമല്ല, അതിൽ സാങ്കേതിക വശങ്ങളുണ്ട്. ദുരന്ത നിവാരണ ഏജൻസിയുടെ അല്ലെങ്കിൽ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ കേരളത്തിന് 40% വെള്ളം കൊടുക്കുന്ന, കേരളത്തിന് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഒരു ഭൂവിഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടുക്കിയുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൻ്റെ മൊത്തം ആവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് പോവുകയും ഈ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമന്വയം അല്ലെങ്കിൽ ഒരു പൊതു സമന്വയത്തെ എങ്ങനെയാണ് നമ്മൾ ഒരു കൃത്യമായ ഒരു ഇടപെടലുകളുടെ ഒരു മിഷൻ മോഡൽ ഇതിന് ഏറ്റവും സമയബന്ധിതമായിട്ട് വരുന്ന 2 വർഷം കൊണ്ട് പട്ടയം കൊടുക്കുന്നതിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് മുന്നാറിന് ഒരു ലാൻഡ് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ലാൻഡ്സ്കേപ്പായി തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അതിനുള്ള ശ്രമം നടത്തുക എന്നതായിരിക്കും ഒരുപക്ഷെ വജ്രജൂബിലി ആഘോഷിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറും. അതിന് അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ അത് ചെയ്യാൻ പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിട്ടായിരിക്കും അദ്ദേഹത്തെ കേരളം ഓർക്കുക. റൈറ്റ്. ശ്രീ S. രാജേന്ദ്രൻ MLA, ഇന്ന് സർവകക്ഷി യോഗത്തിലെടുത്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് 77 മുൻപുള്ള എല്ലാ ആളുകൾക്കും 2 വർഷത്തിനുള്ളിൽ പട്ടയം കൊടുത്ത് തീർക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ 77 ശേഷം വന്നിട്ടുള്ള കയ്യേറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകളും പലതരത്തിൽ അതിൽ കടന്നുകൂടാമല്ലോ. ആ കാര്യത്തിൽ എന്ത് ജാഗ്രത പുലർത്തും? കാര്യം പുറത്ത്, അതായത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഈ കയ്യേറ്റം കുടിയേറ്റം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് വന്ന ആളുകൾ ഞങ്ങൾ കയ്യേറ്റക്കാരാവില്ല എന്നുള്ളത് കൊണ്ട് അവകാശമില്ലാത്ത ഭൂമിയിൽ അവകാശം സ്ഥാപിക്കണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അങ്ങനെ അവകാശമില്ലാത്തതും പുതിയതായി ആരെങ്കിലും വെട്ടിപ്പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കയ്യേറ്റത്തിൽപ്പെടും. ആ നിലയിൽ കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. ഒന്ന്,
രണ്ട്, ഈ പട്ടയ പ്രശ്നം തീരാതിരിക്കാൻ വേണ്ടി 80 മുതൽ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികൾ പണം മുടക്കിക്കൊണ്ട് പട്ടയം കിട്ടാതിരിക്കാനും കിട്ടിയ പട്ടയം അസാധുവാക്കുവാനും ശ്രമിക്കുന്ന ചില പ്രക്രിയയിലുണ്ട്. ഈ രണ്ടും നീക്കം ചെയ്താൽ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അത്രയും സമയം പിടിക്കുന്നതോടൊപ്പം 4 സെന്റ് കോളനിയിൽ താമസിക്കുന്ന ഗവൺമെന്റ് വീട് വെച്ച് കൊടുത്ത ആളുകളുടെ പട്ടയം തന്നെ എല്ലാ മണ്ഡലത്തിൽ ഏതാണ്ട് 10,000 കണക്കിന് 10,000-ൽ അവരുടെ പട്ടയം കൊടുക്കാൻ തന്നെ ഈ പറഞ്ഞ സമയം വരും. ഏക്കർ കണക്കിന് പട്ടയം കൊടുക്കണമെന്നല്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നാൽ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കണം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ കോളനിയിൽ താമസിക്കുന്ന ആളുകൾക്കെങ്കിലും അവരുടെ ചിരകാല ആഗ്രഹമാണ്, അവകാശത്തിൽപ്പെട്ടതാണ് ഈ കാര്യം നടക്കണമെന്ന്. അതിനെയാണ് ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നതും നടക്കുന്നതും. അതിന്റെ ഭാഗമായി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സമയം കളയാതെ, വെറുതെ പ്രചരണങ്ങൾ സംഘടിപ്പിക്കാതെ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് വിടാതെ, ആരെങ്കിലും പുറത്ത് ജില്ലയിൽ നിന്ന് നൽകുന്ന ആ ഓരോ വിഷയത്തിൽ അല്ലെങ്കിൽ അവർ തരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യൂഹാപോഹത്തിൽ പോകാതെ കൃത്യനിഷ്ഠ ജോലി ചെയ്യുമെങ്കിൽ വളരെ ഭംഗിയായി നടത്താൻ പറ്റും. അല്ല, അതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യമാണല്ലോ, നിങ്ങളുടെ സർക്കാരാണ്. സി ആർ നീലകണ്ഠൻ, ഈ പട്ടയ പ്രശ്നം പരിഹരിക്കാതെ മൂന്നാറിന് മാത്രമല്ല ഇടുക്കിയിലൊരു ശാശ്വതമായ പ്രശ്ന പരിഹാരം ഉണ്ടാകുമോ? ഈ 4 സെന്റുകാരും 8 സെന്റുകാരും ഒക്കെ പട്ടയം കിട്ടാതെ സ്വന്തം ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് വലിയ പ്രശ്നത്തിലുണ്ട്. അപ്പോൾ ഇതുകൂടി പരിഹരിച്ചാലല്ലേ മൂന്നാറിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകൂ? അല്ല, മൂന്നാറിൻ്റെ KDH വില്ലേജിൽ ഇത്തരത്തിലൊരു പട്ടയത്തിൻ്റെ വിഷയം വരുന്നില്ല. യഥാർത്ഥത്തിൽ KDH വില്ലേജിൽ ഈ പറഞ്ഞ കുടിയേറ്റം കയ്യേറ്റം എന്ന് പറയുന്ന വിഷയം വരുന്നില്ല, അതിന് പുറത്തുള്ള സ്ഥലത്താണ്. തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് ശരിയാണ്, കൊടുക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 1/1/77 മുമ്പ് കൊടുക്കണം. അതിന് ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ഭൂമി കൃത്യമായി അറിയാം. ഇതെല്ലാമായിട്ട് മാറി മാറി വന്ന സർക്കാരുകൾ ഇത് കൊടുക്കാതിരുന്ന എന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ എസ് രാജേന്ദ്രൻ അവിടെയുണ്ട്, അവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് 5 സെൻറ്റ് വീതം കൊടുത്തു പട്ടയം KDH വില്ലേജിൽ. ആ സ്ഥലം ഏതാണെന്ന് പോലും ആ തോട്ടം തൊഴിലാളിക്ക് അറിയില്ല. അവരൊക്കെ വന്നിട്ട് ഞാൻ സബ് കളക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവർ കൂടി വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഈ ഭൂമി എവിടെയാണെന്നൊന്ന് കാണിച്ചു തരൂ സബ് കളക്ടറെ എന്ന്. 1000-കണക്കിന് ആളുകൾക്കുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ എസ് രാജേന്ദ്രൻ MLA ഒക്കെ അതിൽ ഇടപെടുമെന്ന് ഞാൻ വിചാരിക്കണേ. അവർക്കറിയില്ല. ഇത്രയും ക്ലാരിറ്റി ഇല്ലാതെ അവിടുത്തെ ഇനിയിപ്പോൾ ഈ 1/1/77 കാര്യമൊക്കെ നിൽക്കട്ടെ, അവിടുത്തെ തോട്ടം തൊഴിലാളി 4 തലമുറയായിട്ട് അവിടെ ജീവിക്കുന്നവരാ. ഒരു സംശയം അവർക്കില്ല. അവർ കയ്യേറാത്ത വിഡ്ഢികളായിപ്പോയി, അതാണ് പ്രശ്നം. അവർ കുറേ ഭൂമി കയ്യേറിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ലംബോദരനേക്കാളും അല്ലെങ്കിൽ ഈ കുരിശു വെച്ച ആളുകളെക്കാളും ഒക്കെ ഗംഭീരമായി പോയനെ. അവർ പാവങ്ങളായതുകൊണ്ട് കയ്യേറിയില്ല. സത്യത്തിൽ അവർ റിസോർട്ടും ഉണ്ടാക്കിയില്ല. ഒരു കാശില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവരിപ്പോൾ മണ്ടന്മാരായി. ഈ പട്ടയം കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ പട്ടയം കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. പട്ടയം അവർക്ക് ഉപയോഗയോഗ്യമാവണം. അതിൻ്റെ ഉപയോഗം സംബന്ധിച്ച് വേണം. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ ഡൊമിനിക് പ്രസിഡന്റിൻ്റെ അലിനിയേഷൻ എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഏതിനാണ് കൊടുക്കേണ്ടത്, ഏത് രീതിയിൽ, അതൊക്കെ കൃത്യമായ വ്യവസ്ഥ വേണം. ഇതിപ്പോൾ അതൊന്നുമില്ല. കുറേ പട്ടയം വിതരണം ചെയ്യും, സർക്കാരുകൾ വരുന്നവർ കുറേ പട്ടയം വിതരണം ചെയ്യും. പട്ടയം കിട്ടിയവർക്ക്, എനിക്കറിയാം ചെങ്ങറ സമരത്തിന് പട്ടയം കിട്ടിയവരുടെ കഥ ചന്ദ്രമണ്ഡലത്തിൻ്റെ മുകളിലാണ്. സാക്ഷാൽ ചന്ദ്രമണ്ഡലത്തിൻ്റെ അത്ര ബുദ്ധിമുട്ടുണ്ട് അവിടെ എത്താൻ. അത്തരം സ്ഥലത്ത് പട്ടയം കൊടുത്തിട്ട് അവരെവിടെ പോകാനാണ്? അപ്പോൾ അത്തരത്തിലല്ല ചെയ്യേണ്ടത്. ഇത് കൃത്യമായും ഭൂരഹിതർക്ക് പട്ടയം കൊടുക്കുക, ഉപയോഗമില്ലാത്ത ഭൂമി കയ്യേറിയവന് ഏതെങ്കിലും വിധത്തിൽ അതിനിടയിൽ കൂടി പട്ടയം ഒപ്പിച്ചു കൊടുക്കും. 1/1/77 ലിസ്റ്റ് എന്തേ ഇത്രയും കാലമായിട്ട് എന്തേ തീരാത്തത്? ആ തീരാത്തതിന് കാരണം അഴിമതി തന്നെയല്ലേ? 1/1/77 മുമ്പ് ജീവിച്ച ആളുകളായിരുന്നു 40 കൊല്ലം കഴിഞ്ഞിട്ടും നമുക്ക് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ നിന്ന് അന്വേഷിക്കണേ? അത് എത്ര പേരുണ്ട്, എവിടെയാണ്? ആ കണക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കയ്യേറ്റക്കാരെ സഹായിക്കാനാണ്. ഇത് കൃത്യമായി ഞാൻ പറയുന്നു, 2 വർഷത്തിനകത്ത് 1/1/77 മുഴുവൻ ആളുകളും കൊടുത്തോട്ടെ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരില്ലല്ലോ, പിന്നെ ആളുണ്ടാവില്ലല്ലോ. 1/1/77 ആളെ 77 ശേഷം ജനിക്കൂലല്ലോ. അപ്പോൾ അത് തീരുമാനിക്കൂ. ഇത്ര ഭൂമി ഇന്ന ആളുകൾക്കെന്ന് തീരുമാനിക്കും. എന്തേ ഗവൺമെൻറ്റുകൾക്ക് കഴിയാത്തത്? ഇപ്പോഴും പറയുന്നത്, ഇന്നലെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റീസർവേ കഴിഞ്ഞവരെ 2-2.5 വർഷം എടുക്കും. അതിന് 20 സ്റ്റാഫ് 30 സ്റ്റാഫ് കൂടുതൽ വേണം. ഇതൊന്നും നടക്കുന്നില്ല. ഇത് ഈ സംസാരമല്ലാതെ സർവേ അതിനപ്പുറത്തെ സർവേ, ശരിയാണ്, പാവപ്പെട്ട കർഷകർ അവൻ്റെ കിട്ടിയ ഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റില്ല, അതിന് ലോൺ എടുക്കാൻ പറ്റില്ല, കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല, ദുരിതം അനുഭവിക്കുന്നു. അവരെ മുൻനിർത്തി മറുവശത്ത് പിന്നിൽ കൂടി വലിയ തോതിൽ ആദിവാസി ഭൂമി അടക്കം കയ്യേറുന്നു. ഒരു MPയുടെ മേൽ അവിടെ ആദിവാസി ഭൂമി കയ്യേറിയതിന് കേസുണ്ട് കൊട്ടക്കാൻ പുത്തൂരിൽ. നമുക്കറിയാം കേസ്. ഞാൻ പറഞ്ഞത് ഇതാരെയും ആൾ കുറ്റപ്പെടുത്താനല്ല. ആദിവാസിക്കുള്ള ഭൂമി പോവും, തോട്ടം തൊഴിലാളിക്ക് ഭൂമിയില്ല, അവസാനം ഭൂമി കയ്യേറ്റക്കാരൻ്റെ കയ്യിൽ.
എന്നിട്ട് 1-1-77 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും കയ്യേറ്റം കുടിയേറ്റം. ഇതിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇത് എല്ലാ കക്ഷികളുടെയും ഒരു സമവായത്തിലല്ലേ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്? നിങ്ങൾ ഭരിക്കുന്നു, ഇടതുപക്ഷം ഭരിക്കുന്നു, മാറി മാറി പ്രശ്നം അവിടെ വലിയ ചില സമരങ്ങൾ ചില കാലത്തുണ്ടാകുന്നു. അടിസ്ഥാനപരമായ പ്രശ്നം മാറുന്നേയില്ല. ഇതിലേതെങ്കിലും ഒരാളെയോ ഒരു പാർട്ടിയോ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ? ശരിയാണത്. ഞാൻ പറയും, ഇത് ഒരു പ്രത്യേക പാർട്ടിയുടെ ഡിഫക്റ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ഏത് ഗവൺമെൻറ് വന്നിട്ടും ഇത് മാറാത്തത്. ഈ 1/1/77 കാലത്ത് ഫിക്സ് ചെയ്തതാണ് ആ ഡേറ്റ്, കോടതി ഇപ്പോൾ ചെയ്താണ്. പക്ഷേ അത് കുറേ പട്ടയം കൊടുത്തു. പ്രശ്നം നീളണമെന്നൊരു കാര്യമുണ്ട്. നമ്മൾ കുറേ പട്ടയം കൊടുക്കും. ഈ പട്ടയഭൂമി ഈ പാവപ്പെട്ട വീട് വെക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ റിസോർട്ടുകാരന് കൊടുക്കും. റിസോർട്ടുകാർ 5 പട്ടയം മേടിക്കും, ഒരു 50 സെൻറ്റ് കിട്ടും, അവനക്ക് പണിയാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കാര്യം തീർച്ചയാണ്, അവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ നടക്കില്ലെന്ന് എൻ്റെ വിശ്വാസം. ഇപ്പം രാജേന്ദ്രൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം കൊണ്ടല്ല, ഇത് വന്നു കഴിയുമ്പോഴേക്കും മുകളിലൊക്കെ സമ്മതിക്കുമെങ്കിൽ താഴെ റിയാലിറ്റി വരുമ്പോഴേക്കും ഇപ്പോൾ ഒരു 5 എണ്ണം വരുമ്പോഴേക്കും 2 എണ്ണം ചിലപ്പോൾ ജനുവനായിരിക്കും. അവരെ ഫ്രണ്ട് കൃത്യയുടെ ബാക്കി മുഴുവൻ കളി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ ആലോചിക്കുന്നില്ല. അവിടെ വിളിച്ചു കൂട്ടട്ടെ. ഇപ്പോൾ മതം വിളിച്ചെന്ന് പറഞ്ഞു, സമുദായക്കാരെയൊക്കെ അവിടെ കുറേ ചെയ്യേണ്ടതൊക്കെ. നമ്മൾ ഈ സ്റ്റേറ്റ് വൈൽ നടത്തിയ കാര്യങ്ങൾ കൂടെ മൂന്നാറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ MLA അടക്കം രാഷ്ട്രീയ പാർട്ടി അടക്കം അപ്പോൾ അവർക്ക് കുറേ അറിയാൻ പറ്റും. ആ രീതിയിലേക്ക് പോയെങ്കിലേ ഇത് പ്രാവർത്തികമാകുമെന്നെ വിഷയം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പറ്റി നിൽക്കും. മുഖ്യമന്ത്രിക്കൊക്കെ പറയാം, അദ്ദേഹം ഇപ്പോഴും പല കാര്യങ്ങളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഫേസിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല കാര്യം. പക്ഷേ പ്രായോഗികമാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. എന്തായാലും നമ്മളത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. എന്തായാലും മുഖ്യമന്ത്രി സർക്കാരിൻ്റെ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ കക്ഷികളെയും കണ്ടതിന് ശേഷം അതിനി നടപ്പാകുമോ, നടപ്പാകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമോ, അത് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ എസ് രാജേന്ദ്രൻ MLA, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ C ജയകുമാർ, ശ്രീ AK ബാലൻ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്. O രാജഗോപാൽ MLA ഓഫീസ് അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൈക്കിലെത്തിയ സംഘമാണ് അടിച്ചു തകർത്തത്. സംഭവത്തിന് പിന്നിൽ CPIM ജില്ലാ നേതൃത്വമാണെന്ന് BJP ആരോപിച്ചു. BJPയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. അതേസമയം ഓഫീസ് തകർക്കാൻ ശ്രമിക്കുന്നത് കണ്ണൂർ ലോബിയാണെന്ന് കുമ്മനം രാജശേഖരൻ ആലപ്പുഴയിൽ പറഞ്ഞു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് നേമത്തെ BJP മണ്ഡലം കമ്മിറ്റി ഓഫീസിനും O രാജഗോപാൽ MLA ഓഫീസിന് നേരെ അക്രമമുണ്ടായത്. ഓഫീസിന് മതിൽ ചാടിക്കടന്നെത്തിയ അക്രമികൾ ചുടുകട്ടയും കമ്പിയും ഉപയോഗിച്ച് ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. ഓഫീസിനുള്ളിലുണ്ടായിരുന്ന കാറും അക്രമി സംഘം അടിച്ചു തകർത്തു. സംഭവത്തിന് പിന്നിൽ CPIMന്റെ കണ്ണൂർ ലോബിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇത് വാസ്തവത്തിൽ ഒരു യാദൃശ്ചിക സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. വളരെ ആസൂത്രിതമായി നടത്തിയിരിക്കുന്ന അക്രമ പ്രവർത്തനമാണ്. കണ്ണൂർ ലോബി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെ CPIMന്റെ നേതാവ് ശിവൻകുട്ടിയുമായിട്ട് ഗൂഢാലോചന നടത്തി തിരുവനന്തപുരത്ത് കുറേ നാളുകളായിട്ട് CPIM അക്രമ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ പിടിക്കുന്നതിൽ പോലീസ് കടുത്ത അനാസ്ഥ കാണിക്കുന്നതായി BJP ജില്ലാ പ്രസിഡന്റും കുറ്റപ്പെടുത്തി. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൂട്ടം ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടുത്തെ പോലീസിന്റെ ക്രമസമാധാനം അതിൻ്റെയും ചുമതല ഇവർക്ക് തന്നെയാണ്. അതേസമയം സംഭവത്തിൽ CPIMന് പങ്കില്ലെന്നും BJP നേതാക്കളുടെ പ്രസ്താവന അടിസ്ഥാനരഹിതവുമാണെന്ന് CPIM നേതാവ് B ശിവൻകുട്ടി പ്രതികരിച്ചു. O രാജഗോപാലിന്റെ MLA ഓഫീസ് CPIM ആക്രമിച്ചു എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമമാണ് O രാജഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥലത്ത് കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം. കെജ്രിവാൾ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് മുൻമന്ത്രി കപിൽ മിശ്ര ആരോപണം ഉന്നയിച്ചു. ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനാണ് പണം നൽകിയതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അഴിമതിരഹിതൻ എന്ന വലിയ പ്രതിച്ഛായയുള്ള ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയാണ് ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയ മുൻ ജലവിഭവ മന്ത്രി കപിൽ മിശ്ര രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ രാജ്ഘട്ടിലെത്തി കുറച്ചു സമയം ഉപവാസമനുഷ്ഠിച്ച കപിൽ മിശ്ര ഗവർണർ അനിൽ ബൈജാലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് കെജ്രിവാളിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനിൽ നിന്ന് 2 കോടി രൂപ കെജ്രിവാൾ സ്വീകരിച്ചതായാണ് ആരോപണം. 2 ദിവസങ്ങൾക്ക് മുമ്പ് കെജ്രിവാളിന്റെ വസതിയിലെത്തിയാണ് 2 കോടി രൂപ കൈമാറിയതെന്നും കപിൽ മിശ്ര മാധ്യമങ്ങളെ അറിയിച്ചു. और माननीय सत्येंद्र जैन जी ने मेरे से खुद व्यक्तिगत तौर पर एक बात बताई
कि अरविंद केजरीवाल जी के किसी सगे रिश्तेदार की जमीन के लिए 50 करोड़ की डील उन्होंने कराई है। मैंने ये बात भी अरविंद जी को जाके बताई तो उन्होंने कहा कि ये बात झूठ है और तुम्हें मुझ पर भरोसा होना चाहिए। तब मैंने कहा था कि मुझे आप पर आंख मूंद कर भरोसा है। ടാങ്കർ മാഫിയയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും മിശ്ര ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ CBIക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കൈമാറുമെന്നും വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടിയിലെ അഴിമതികൾ താൻ അവസാനിപ്പിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഇന്ന് ഗവർണറെ കണ്ട് സമർപ്പിച്ചതായും കപിൽ മിശ്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. എന്നാൽ കപിൽ മിശ്രയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ആം ആദ്മി പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾക്കിടയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ മുൻ മന്ത്രിയുടെ അഴിമതി ആരോപണം വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ദില്ലി. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.